താങ്ക് യു ഫോർ ദി ഇൻവൈറ്റ്. അപ്പോൾ നമ്മൾ MPC 1, 2, 3 ഈ ടോപ്പിക്കുകളാണ് ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളത്. MAPCയിലെ മൂന്നാമത്തെ പേപ്പറായ MPC 3 പേഴ്സണാലിറ്റി തിയറീസ് ആൻഡ് അസസ്മെൻറ്റിലെ ബ്ലോക്ക് 1 യൂണിറ്റ് 2 ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. യൂണിറ്റ് 2 നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് ടൈപ്പ്, ട്രൈറ്റ്, അപ്രോച്ചസ് ടു പേഴ്സണാലിറ്റി. ടൈപ്പ് തിയറി, ട്രൈറ്റ് തിയറി, പേഴ്സണാലിറ്റി മനസ്സിലാക്കാനുള്ള പല തിയറികൾപ്പെട്ട പ്രധാനപ്പെട്ട ഒരു തിയറിയാണ്. വലിയ സംഭവമൊന്നുമല്ല, സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. നമുക്ക് ഇതിലേക്കൊന്ന് പ്രവേശിക്കാം. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ പേഴ്സണാലിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ധാരാളം തിയറികൾപ്പെട്ട പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് ഈ ടൈപ്പ് അപ്രോച്ച്, റൈറ്റ് അപ്രോച്ച്. ഉമർ സാഹിബ് ഒന്ന് മ്യൂട്ട് ചെയ്യോ? മുസദ്ദിഖ് സാറെ, ഉമർ സാഹിബിനെ മ്യൂട്ട് ചെയ്യോ? ഓക്കെ. ടൈപ്പ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ലോകത്തില്ലാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ചു കൂട്ടുന്ന ആളാണ്. അറ്റം വരെ ആലോചിക്കുക. ടൈപ്പ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ബോഡി ഷേപ്പിന്റെ രൂപത്തിലോ അതല്ലെങ്കിൽ വ്യക്തിയിലുള്ള ബ്ലഡ് അല്ലെങ്കിൽ മറ്റുള്ള ഫ്ലൂയിഡ്, ഹോർമോണിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുന്ന ഒരു അപ്രോച്ചിനെയാണ് ടൈപ്പ് അപ്രോച്ച് എന്ന് പറയുന്നത്. എന്നാൽ ട്രൈറ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ബോഡിയുടെ ഷേപ്പോ ഫിസിക്കൽ നേച്ചറോ അല്ല, മറിച്ച് സ്വഭാവ വിശേഷങ്ങളുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുന്നതാണ്. അപ്പോൾ ട്രൈറ്റ്, ടൈപ്പ് എന്നിങ്ങനെ രണ്ട് തിയറി നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഈ രണ്ട് തിയറിക്ക് ശേഷം പിന്നെ വേറെയും കുറെ MBTI പോലത്തെ അല്ലെങ്കിൽ NEOP പോലത്തെ കുറെ തിയറികൾ നമുക്ക് കാണാം. ആദ്യം നമുക്ക് ട്രൈറ്റ്, ടൈപ്പ് തിയറിയിലേക്ക് ഒന്ന് പ്രവേശിക്കാം. ടൈപ്പ് തിയറിയാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ടൈപ്പ് തിയറിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ആദ്യമായിട്ടുണ്ടായിരുന്ന കാഴ്ചപ്പാട് ഹിപ്പോക്രാറ്റസിൻ്റെ ആയിരുന്നു. ഹിപ്പോക്രാറ്റസ് നമുക്കറിയാം, മെഡിസിൻ്റെ ഒക്കെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഹിപ്പോക്രാറ്റസും ഗാലനും കൂടിയിട്ട് പറയുന്ന ഒരു തിയറിയാണിത്. ഏൻഷ്യൻ്റ് ഗ്രീക്ക് തിയറി അനുസരിച്ച് അല്ലെങ്കിൽ ഏൻഷ്യൻ്റ് ഗ്രീക്ക് ഫിലോസഫറായ ഹിപ്പോക്രാറ്റസ് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ഫ്ലൂയിഡ്, ശരീരത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ശരീരത്തിൽ ലഭ്യമാകുന്ന ഫ്ലൂയിഡിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ 4 ആയി തരംതിരിക്കാം. പേഴ്സണാലിറ്റി 4 ആയി തിരിക്കാം. അങ്ങനെ വരുന്ന പേഴ്സണാലിറ്റി അദ്ദേഹം വിളിച്ചത് സാങ്ക്വൈൻ, ഫെൽഗ്മാറ്റിക്, മെലങ്കോളിക്, കോളറിക് എന്നാണ്. സാങ്ക്വൈൻ എന്ന് പറഞ്ഞാൽ അത്തരം ആൾക്കാരുടെ ബ്ലഡ് കുറച്ച് കൂടുതലായിരിക്കും, ശരീരത്തിൽ ബ്ലഡിന്റെ അംശം കൂടുതലാണ്, നല്ല രക്തോട്ടമുള്ള ആൾക്കാരാണെങ്കിൽ അവർ സാങ്ക്വൈൻ പേഴ്സണാലിറ്റിയാണ്. അങ്ങനെ പറഞ്ഞാൽ അവർ ചിയർഫുൾ ആയിരിക്കും, വളരെ ആക്റ്റീവ് ആയിരിക്കും, എനർജറ്റിക് ആയിരിക്കും, അവർ രക്തം കൂടുതലുണ്ടെങ്കിൽ. രണ്ടാമത്തത് ഫ്ലെഗ്മാറ്റിക് ആണ്. ഫ്ലെഗ്മാറ്റിക് എന്ന് പറഞ്ഞാൽ സ്ലൈഡ് മാറിയിട്ടില്ല, ഓക്കെ, സ്ലൈഡ് മാറുന്ന കാണുന്നില്ലല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, ഹിപ്പോക്രാറ്റസിന്റെ തിയറിയാണ് നമ്മൾ പറഞ്ഞത്. സാങ്ക്വൈൻ പേഴ്സണാലിറ്റി, ഫ്ലെഗ്മാറ്റിക് പേഴ്സണാലിറ്റി, മെലങ്കോളിക് പേഴ്സണാലിറ്റി, കോളറിക് പേഴ്സണാലിറ്റി എന്നിങ്ങനെ ബ്ലഡിന്റെ അടിസ്ഥാനത്തിൽ, ബ്ലഡിന്റെയും അല്ലെങ്കിൽ ശരീരത്തിലുള്ള മറ്റു ദ്രാവകങ്ങളുടെ ഹ്യൂമർ അഥവാ ഫ്ലൂയിഡിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ 4 ആയി തരംതിരിക്കുന്നത്. പേഴ്സണാലിറ്റി 4 തരമുണ്ട് എന്നാണ് ഹിപ്പോക്രാറ്റസ് ഗ്രീക്ക് ഫിലോസഫർ പറയുന്നത്, അല്ലെങ്കിൽ ഫിസിഷ്യൻ പറയുന്നത്. ബ്ലഡിന്റെ അംശം കൂടുതലാണെങ്കിൽ അത്തരം പേഴ്സണാലിറ്റിയാണ് സാങ്ക്വൈൻ. എന്നാൽ ഫ്ലഗ് എന്ന് പറയുമ്പോൾ കഫം എന്നൊക്കെ പറയാം. അത്തരം കഫത്തിന്റെ അംശമാണ് കൂടുതലെങ്കിൽ അവരെ ഫ്ലെഗ്മാറ്റിക് പേഴ്സണാലിറ്റി എന്ന് പറയും. അഥവാ അവര് കാമായിരിക്കും, സ്ലഗ്ഗിഷ് ആയിരിക്കും, അഥവാ കാര്യങ്ങളൊക്കെ ഒരു സാവധാനത്തോടെ ഒരു ഒച്ചിന്റെ വേഗതയിൽ ചലിക്കുന്ന അത്ര ഒരു തണുപ്പ് മട്ടെന്ന് നമ്മൾ പറയുന്നത്, ഈ തണുപ്പ് മട്ടുള്ള ആൾക്കാരായിരിക്കും ഫ്ലെഗ്മാറ്റിക്. എന്നാൽ ബ്ലാക്ക് ബൈലാണ് അവരിൽ കൂടുതലെങ്കിൽ അവർ മെലങ്കോളിക് ആയിരിക്കും. സാങ്ക്വൈൻ അല്ലെങ്കിൽ മെലങ്കോളിക് എന്ന് പറയും. മെലങ്കോളിക് എന്ന് പറഞ്ഞാൽ അവര് സാഡ്, തോട്ട്ഫുൾ, എല്ലാം ഒന്നിങ്ങനെ ഒരു നിരാശയോടുകൂടെ, എല്ലാം ഭഗ്നാശരായിട്ട്, പ്രതീക്ഷയൊന്നുമില്ലാതെ, പ്രതീക്ഷയറ്റ, ആശയറ്റ, നിരാശരായ ഒരു വിഭാഗമായിരിക്കും ഇവർ. തള്ളിയാലും ഉന്തിയാലൊക്കെ നീങ്ങുള്ളൂ, അത്രമൊരു. യെല്ലോ ബൈലാണ് ഇവരിൽ കൂടുതലെങ്കിൽ അവർ കോളറിക് അല്ലെങ്കിൽ ഇറിറ്റബിൾ എനർജറ്റിക് എന്ന് പറയും. പെട്ടെന്ന് ഒരു ദേഷ്യം പിടിക്കുന്ന ഇറിറ്റേറ്റീവ് സ്വഭാവമുള്ളവരായിരിക്കും. അതായത് ശരീരത്തിലുള്ള ഫ്ലൂയിഡിന്റെ, ഹോർമോണിന്റെ, ഹ്യൂമറിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തികളെ 4 ആയി തരംതിരിച്ചു. പേഴ്സണാലിറ്റി 4 തരമുണ്ട് എന്ന് പറഞ്ഞു. സാങ്ക്വൈൻ, ഫ്ലെഗ്മാറ്റിക്, മെലങ്കോളിക്, കോളറിക്. ഇത് പഴയൊരു കാഴ്ചപ്പാട്, വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു തരംതിരിക്കലാണ്.
ഇത് ഇന്നൊരു ഔട്ട്ഡേറ്റഡ് ആയിട്ട് ഒബ്സലീറ്റ് ആയിട്ടാണ് കാണുന്നത്. കാരണം ഇതിനൊരു സയന്റിഫിക് സപ്പോർട്ടൊന്നുമില്ല, ഒരു തരംതിരിക്കൽ എന്നേ പറയാൻ പറ്റുള്ളൂ. എന്നാൽ അതിനുശേഷം ഷെൽഡൻ, വർഷങ്ങൾക്ക് ശേഷം അമേരിക്കൻ ഫിസിഷ്യനായ ഷെൽഡൻ, അദ്ദേഹം സൊമാറ്റോ ടൈപ്പ്, സൊമാറ്റോ എന്ന് പറയുമ്പോൾ ശരീരത്തിന്റെ പ്രകൃതി അനുസരിച്ച് പേഴ്സണാലിറ്റി 3 തരമുണ്ട് എന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞത് ഹ്യൂമറിന്റെ ഫ്ലൂയിഡിന്റെ അടിസ്ഥാനത്തിൽ 4, അത് ഹിപ്പോക്രാറ്റസിൻ്റെത്, ഇത് ഷെൽഡന്റെ തിയറി. ഷെൽഡൻ പറയുന്നത് ശരീരപ്രകൃതി ഫിസിക് നോക്കിയിട്ട്, സൊമാറ്റോ ടൈപ്പ് നോക്കിയിട്ട് 3 തരം പേഴ്സണാലിറ്റിയാണ് നമുക്ക് കാണാൻ സാധിക്കുക. 1 എക്ടോമോർഫിക്, 2 എൻഡോമോർഫിക്, 3 മീസോമോർഫിക്. എക്ടോമോർഫിക് എന്ന് പറഞ്ഞാൽ അവർ അത്ര വലിയ തടിയൊന്നുമില്ല, മെലിഞ്ഞ കൊടക്കമ്പിമാരി, ഇങ്ങനെ ഈർക്കിളിമാരി, മെല്ലിച്ച ആൾക്കാരായിരിക്കും. അവർ പൊതുവെ ഇൻട്രോവേർട്ടഡ് ആയിരിക്കും, കുറച്ചുകൂടി ഒരു ഇന്റലക്ച്വൽ ബുദ്ധി അങ്ങനെയുള്ള ഒരു ടീമായിരിക്കും, ഒരു ബൗദ്ധിക ജീവികളൊക്കെ ആയിരിക്കും. അവരങ്ങനെ ജനങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ച് സോഷ്യബിളൊന്നും ആയിരിക്കില്ല. ഇതൊരു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണെങ്കിൽ അന്ന് അതൊക്കെ സ്വീകാര്യമായിരുന്നു, ഇന്നൊന്നും ആരും സ്വീകരിക്കുന്നില്ല. രണ്ടാമത്തത് എൻഡോമോർഫിക്. എൻഡോമോർഫിക് എന്ന് പറഞ്ഞാൽ ഇവർ റൗണ്ട് ഷേപ്പ്, കുറച്ച് തടിച്ചു കൊഴുത്ത ഉരുണ്ട ആൾക്കാരെ. ഇവർ കുറച്ച് സോഷ്യബിളും ആയിരിക്കും, റിലാക്സ്ഡ് ആയിരിക്കും, കോമഡിയും തമാശയൊക്കെ ഇഷ്ടപ്പെടുന്നവർ, ഇവരുടെ കൂടെ കൂടാനൊക്കെ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവും. ഇതാണ് എൻഡോമോർഫിക്. മൂന്നാമത്തത് ഇവരിൽ നിന്ന് വ്യത്യസ്തമായി മീസോമോർഫിക്. ശരീരപ്രകൃതി നോക്കുമ്പോൾ ഇവർ കുറച്ച് മസ്കുലാർ, ബോഡി ഷേപ്പൊക്കെ ഉള്ള, മസിലൊക്കെ ഉള്ള, കാണാനൊരു വടിവൊത്ത ശരീരമായിരിക്കും. നീളം കൂടുതലുണ്ടോ ചോദിച്ചാൽ ഇല്ല, എന്നാൽ നീളം കുറവാണോ പറഞ്ഞാൽ ഇല്ല, തടി ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട്, എന്നാൽ ഇല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാത്തിനും പാകമായിട്ടുള്ള, ഒന്നും കുറക്കാനും കൂട്ടാനുമില്ല, കൃത്യമായ ശരീരപ്രകൃതിയുള്ള ഇത്തരം ആൾക്കാർ മീസോ ടൈപ്പ് എന്ന് പറയും. അപ്പോൾ ആദ്യം ഹിപ്പോക്രാറ്റസിന്റെ ഫ്ലൂയിഡ് അടിസ്ഥാനത്തിൽ, 2 ശരീരത്തിന്റെ ടൈപ്പ് അല്ലെങ്കിൽ ഫിസിക് നോക്കിയിട്ട് 3 തരമുണ്ടെന്ന് ഷെൽഡൻ പറയുന്നു. ഇത് എക്ടോമോർഫിക്, എൻഡോമോർഫിക്, മീസോമോർഫിക്. മീസോ എന്ന് പറയുമ്പോൾ മസിലുള്ള ആൾക്കാർ, എൻഡോ എന്ന് പറയുമ്പോൾ ഒരു റൗണ്ട് ഷേപ്പിലുള്ള, എക്ടോ എന്ന് പറയുമ്പോൾ നീണ്ട് നിവർന്ന് നിൽക്കുന്ന ആൾക്കാർ. ഇതൊക്കെ ഒരു തരംതിരിക്കൽ. ഇത് സൊമാറ്റോ ടൈപ്പ്. ഇതിനെയും പിന്നീട് വന്ന സൈക്കോളജിസ്റ്റുകൾ അത് ക്രിറ്റിസൈസ് ചെയ്തു. കാരണം ഇതൊരു ഓവർ സിംപ്ലിഫൈഡ് ആയിട്ടാണ്, വളരെ ചെറിയ ഒരു തരംതിരിക്കൽ, ഇതൊന്നും പോരാ, സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ട് ഇല്ല, റിലയബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞ് ഇതിനെയും ജനങ്ങൾ ക്രിറ്റിസൈസ് ചെയ്തു, സൈക്കോളജിസ്റ്റ് ക്രിറ്റിസൈസ് ചെയ്തു, ഇതും തള്ളിക്കളഞ്ഞു. അതിനുശേഷം വന്നതാണ് ടൈപ്പ് തിയറി. അപ്പൊ ടൈപ്പാണ് നമ്മൾ പറയുന്നത്. ടൈപ്പ് തിയറിയിലെ മൂന്നാമത്തെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു ആശയം മയർ-ബ്രിഡ്ജ് ടൈപ്പ് ഇൻഡിക്കേറ്റർ, MBTI എന്ന് പറയും. ഇന്നും ഇത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. MBTI നമ്മൾ ഗൂഗിളിൽ അടിച്ചിട്ട് MBTI ടെസ്റ്റ് ഒക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ക്വസ്റ്റ്യനറൊക്കെ കിട്ടും. ഒരു 10-20 മിനിറ്റ് ചിലവഴിച്ച് കഴിഞ്ഞാൽ അതിൽ ആ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും ഈ തിയറി അനുസരിച്ച്. മയർ-ബ്രിഡ്ജ് എന്ന എസിബെല്ല, കാതറിൻ എസിബെല്ലയും 2 സൈക്കോളജിസ്റ്റുകൾ ഡെവലപ്പ് ചെയ്താണ്, ഒരു അമ്മയും മകളും ഡെവലപ്പ് ചെയ്താണ്. ഇതിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ കാൾ യുങ്ങിന്റെ പേഴ്സണാലിറ്റി തിയറിയാണ്. കാൾ യുങ് എന്ന് പറഞ്ഞ അമേരിക്കൻ സൈക്കോളജിസ്റ്റ്, പ്രഗത്ഭരായ മോഡേൺ സൈക്കോളജിയുടെ പിതാവ് എന്നതിൽ അറിയപ്പെടുന്ന കാൾ യുങ്ങിന്റെ തിയറി ഉണ്ട്, പേഴ്സണാലിറ്റി തിയറി ഉണ്ട്. അത് ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു തിയറിയാണ് MBTI എന്നുള്ളത്. ഇത് മനുഷ്യന്റെ സ്വഭാവത്തിന്റെ 4 ഡയമെൻഷനാണ്. 4 ഡയമെൻഷനിലൂടെ മനുഷ്യനെ നോക്കിക്കാണുന്നു. അങ്ങനെ 4 തരത്തിലുള്ള പേഴ്സണാലിറ്റി ഉണ്ട് എന്ന് പറയുന്ന, അല്ലെങ്കിൽ 4 ഭാഗങ്ങളിലൂടെ മനുഷ്യൻ തരംതിരിക്കാമെന്ന് പറയുന്ന ഒരു തരം തിയറിയാണ്. നോക്കുമ്പോൾ 4 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ 4 ഭാഗങ്ങൾ ഉണ്ടാവില്ല, 4 വശങ്ങളിലൂടെയാണ് മനുഷ്യനെ കാണുന്നത്, അല്ലെങ്കിൽ മനുഷ്യന്റെ പേഴ്സണാലിറ്റികൾ. ഒന്ന് എക്സ്ട്രാവേർഷൻ അല്ലെങ്കിൽ ഇൻട്രാവേർഷൻ. ഒന്നെങ്കിൽ ആള് എക്സ്ട്രാവേർട്ടഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻട്രാവേർട്ടഡ് ആയിരിക്കും. ഇപ്പോൾ ജനങ്ങളുമായിട്ട് ഇടപഴകാനുള്ള കപ്പാസിറ്റി, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അവർക്ക് ഒരു എനർജി കിട്ടുന്നു. ജനങ്ങളിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് ഒളിവലിഞ്ഞ് റൂമിന്റെ അകത്തോ വീടിന്റെ അകത്തോ സ്വമേധയോ ഒഴിഞ്ഞു കൂടുമ്പോൾ അവർക്ക് എനർജി കിട്ടും. അപ്പോൾ അവരുടെ എനർജി അല്ലെങ്കിൽ ഇന്ററാക്ഷൻ കപ്പാസിറ്റി ആൾക്കാരുമായി കൂടുമ്പോഴാണ്, അല്ല ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ എനർജി കിട്ടുന്ന, അല്ലെങ്കിൽ അതിൽ ഭയങ്കര സംതൃപ്തി കാണുന്ന, അതിൽ ഭയങ്കര ആവേശം കൊള്ളുന്ന ആൾക്കാരാണെങ്കിൽ അവർ ഇൻട്രോവേർട്ടഡ് ആണ്, അവർ ഉൾവലിഞ്ഞ വിഭാഗം. നേരെ മറിച്ച് ഒറ്റയ്ക്കിരിക്കലും മടിയാണ്, ആൾക്കാരുമായി ഇടപഴകലും സോഷ്യബിലിറ്റിയും സോഷ്യൽ സ്കില്ലും ഉള്ള ആൾക്കാരെങ്കിൽ അവർ സോഷ്യൽ ആണ്, അവരെ എക്സ്ട്രാവേർട്ടുകളാണ്. അപ്പോൾ ഒന്നെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സെൻസിങ് ഇൻഡ്യൂഷൻ, ഈ 2 കാറ്റഗറി. അതുമല്ലെങ്കിൽ തിങ്കിങ് ഫീലിംഗ്, അല്ലെങ്കിൽ ജഡ്ജിങ് പെർസീവ്. ഇതിന് ഡീറ്റെയിൽ ചെയ്യാൻ വരുന്നുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ എക്സ്ട്രാവേർട്ട് അല്ലെങ്കിൽ ഇൻട്രാവേർട്ട്, ഒരു ഡയമെൻഷൻ. രണ്ടാമത്തെ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ സെൻസിങ് അല്ലെങ്കിൽ ഇൻഡ്യൂറ്റീവ്. മൂന്നാമത്തെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ തിങ്കിങ് അല്ലെങ്കിൽ ഫീലിംഗ്. നാലാമത്തെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ വ്യക്തികൾ എന്തായിരിക്കും, ജഡ്ജിങ് ആയിരിക്കും, അല്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. ഇങ്ങനെ 4 ആംഗിളിലൂടെ ഇതല്ലെങ്കിൽ അത് അല്ലെങ്കിൽ ഇത് എന്ന രീതിയിൽ തരംതിരിക്കുന്ന ഒരു തിയറി. ഇതനുസരിച്ച് വ്യക്തികളെ 16 പേഴ്സണാലിറ്റി ടൈപ്പുകളുണ്ട്. മനുഷ്യന്മാരുടെ പേഴ്സണാലിറ്റി 16 തരമുണ്ട് എന്ന് പറയുന്ന ഒരു തിയറിയാണ് ഈ മയർ-ബ്രിഡ്ജ് MBTI എന്നത്, 16 പേഴ്സണാലിറ്റി.
അത് നമ്മൾ ആ ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടിയ മിക്കവാറും ഇങ്ങനെ ആയിരിക്കും ഉണ്ടാകുക. അതായത് ആ ടെസ്റ്റിൽ വരുന്ന നമ്മളെ ഉത്തരം ഒരു പക്ഷേ ISTJ അല്ലെങ്കിൽ ENFP എന്നൊക്കെ ആയിരിക്കും. അതിന്റെ ഡീറ്റെയിൽ നമുക്ക് പറയാം കേട്ടോ. ഇതിനെയും പിന്നീട് വന്ന സൈക്കോളജികൾ അല്ലെങ്കിൽ മോഡേൺ സൈക്കോളജികൾ ക്രിറ്റിസൈസ് ചെയ്തു. കാരണം ഇങ്ങനെ ഈ ടെസ്റ്റ് അടിസ്ഥാനത്തിൽ വരുമ്പോൾ ഒന്നുകിൽ ഇയാൾ ISTJ ആണെന്ന് പറഞ്ഞാൽ ആള് ഇൻട്രാവേർട്ടാണ്, പിന്നെ സെൻസിങ് ആണ്, തിങ്കിങ് ആണ്, ജഡ്ജിങ് ആണ്. ഈ ഓരോ കാറ്റഗറിയിലെയും ഒരു ഭാഗം അല്ലേ, അതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാറ്റഗറിയിൽ പെടുത്തി അത് മാത്രമാണ്, ഇതിലൊരു അംശവും ഇല്ല എന്ന് പറഞ്ഞ കാറ്റഗറൈസ് ചെയ്ത് ഭയങ്കര കമ്പാർട്ട്മെന്റലൈസേഷൻ നടത്തുന്നുണ്ട്. ഇത് ശരിയല്ല, ഇങ്ങനെയല്ല പേഴ്സണാലിറ്റി ഉള്ളത് എന്ന് പറഞ്ഞതിന് ക്രിറ്റിസൈസ് ചെയ്യുന്നു. നമുക്ക് ഡീറ്റെയിലേക്ക് കടക്കാം. ഓക്കെ, MBTIയിൽ ഒപ്പോസിംഗ് പേര് ഡൈക്കോട്ടമസ്, ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ അത് എന്ന രീതിയിൽ. അപ്പൊ എക്സ്ട്രാവേർഷൻ എന്ന് പറഞ്ഞാൽ അവരെന്തായിരിക്കും, ഔട്ടർ വേൾഡിൽ ഫോക്കസ് ചെയ്യുന്നവരായിരിക്കും. മറ്റവരോ ഇന്നർ വേൾഡിൽ ഫോക്കസ് ചെയ്യുന്നവരായിരിക്കും. സെൻസിങ് എന്ന് പറഞ്ഞാൽ അവർ എന്തായിരിക്കും, കാര്യമായിട്ട് ഫാക്റ്റിലേക്കായിരിക്കും നോക്കുക. കണക്കുകൾ, കൃത്യത വളരെ കൃത്യമായിരിക്കും. മറ്റവരോ ഫാക്റ്റ് അല്ല, മറിച്ച് പോസിബിലിറ്റി, സാധ്യതകൾ. അപ്പൊ വരികൾക്ക് അപ്പുറത്തും സാധ്യതകളിലേക്കും ആലോചനകളിലേക്കൊക്കെ പോകുന്നവരായിരിക്കും ഇൻറ്റ്യൂറ്റീവ്. മറ്റവരോ എന്താണോ രേഖയിലുള്ളത്, എന്താണോ പറഞ്ഞിട്ടുള്ളത്, എന്താണ് പോളിസി എങ്കിൽ, എന്താ പ്രൊസീജിയർ എങ്കിൽ അത് മാത്രം ഫോളോ ചെയ്യുന്ന, അതിന്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കുള്ള വളരെ കൃത്യമായിരിക്കും സെൻസിങ് പേഴ്സണാലിറ്റി ഉള്ളത്. മറ്റവരോ അങ്ങനെയൊക്കെ ആകാം, എന്നാലും പിന്നെ ഇങ്ങനെയൊക്കെ ഇവിടെ കുറച്ചൊരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ചൊരു ഫ്ലെക്സിബിലിറ്റി കുറച്ച് കൂടുതലായിരിക്കും ഇൻറ്റ്യൂറ്റീവ് ആകുമ്പോൾ. അല്ലെങ്കിൽ ഇതിന്റെ അപ്പുറത്തേക്ക് വായിക്കാൻ, വരികൾക്ക് അപ്പുറത്ത് വായിക്കുന്ന ഒരു പ്രകൃതിയായിരിക്കും ഇൻറ്റ്യൂറ്റീവ് നേച്ചർ ഉള്ളവർ. അപ്പോൾ എന്താ പറയാ, പ്രിഫറൻസ് ഫാക്റ്റിലേക്കും റിയാലിറ്റിയിലേക്കും ഡിജിറ്റിലേക്കും നോക്കുന്നവരായിരിക്കും സെൻസിങ്. മറ്റവർ റിജിറ്റില്ല, എന്താ പോസിബിലിറ്റിക്കും സാധ്യത, അനന്തമായ സാധ്യതകളെ കുറിച്ച് ചിന്തിക്കുന്നവരായിരിക്കും ഇൻറ്റ്യൂറ്റീവ്. ഒരു വിഷയം ഇങ്ങനെ വരുമ്പോൾ അതിന് പരിഹാരം അല്ലെങ്കിൽ അവിടെ സ്റ്റക്ക് ആവും സെൻസിങ് ആണെങ്കിൽ. ഇൻറ്റ്യൂറ്റീവ് ആണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്ക് ഗൂഗിൾ മാപ്പിന്റെ മാതിരി ആയിരിക്കും. നമ്മൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് യാത്ര ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ, നമ്മൾ എവിടെയും പോകുമ്പോൾ ബ്ലോക്ക് കണ്ടു കഴിഞ്ഞാൽ അവിടെ സ്റ്റക്കായി നിൽക്കില്ല, പിന്നെ റൈറ്റ് തിരി അല്ലെങ്കിൽ ലെഫ്റ്റ് തിരി അല്ലെങ്കിൽ ഇങ്ങോട്ട് എടുക്കുക, യു ടേൺ എടുക്കുക, ഇങ്ങനെ നമ്മളിങ്ങനെ കാര്യങ്ങൾ. അത് ഇൻറ്റ്യൂറ്റീവ് നേച്ചർ ഉള്ളവർ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഭയങ്കര കപ്പാസിറ്റി ആയിരിക്കും, വരികൾക്ക് അപ്പുറം വായിക്കുന്നവർ. അടുത്തത് തിങ്കിങ്, ഡിസിഷൻ മേക്കിംഗ്. അവർ ലോജിക് ആയിരിക്കും, ഈ തിങ്കിങ് പേഴ്സണാലിറ്റി, എന്തിനും ലോജിക്ക്. നമ്മൾ അത് മറ്റവരാണെങ്കിൽ വാല്യൂസ് ആയിരിക്കും. ഒരു HR മാനേജർ തിങ്കിങ് ആണെങ്കിൽ എന്ത് കേസ് വന്നാലും എന്താണോ HR പോളിസി പറയുന്നത്, കമ്പനി പോളിസി പറയുന്നത്, എന്താണോ എഴുതി വെച്ചത് അതനുസരിച്ച് തീരുമാനം എടുക്കും. എന്നാൽ കുറച്ചൊരു ഫീലിംഗ് ഉള്ള ആളാണെങ്കിലോ അത് ശരിയാണ്, പക്ഷെ എന്നാലും കുട്ടീൻ്റെ വാപ്പ മരിച്ചതല്ലേ, അല്ലെങ്കിൽ അങ്ങനത്തെ കേസല്ലേ, നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പരിഗണിക്കാം, അല്ലെങ്കിൽ നമ്മളെ കുടുംബമല്ലേ, അല്ലെങ്കിൽ ബന്ധുവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഫീലിംഗിലേക്ക് പോയി തീരുമാനങ്ങളിലേക്ക് അങ്ങനെ എടുക്കണം. അപ്പോൾ നമ്മൾ എവിടെയും തീരുമാനം എടുക്കുന്നത് തിങ്കിങ് പേഴ്സണാലിറ്റി ആണെങ്കിൽ അവർ ലോജിക് വെച്ച് ആ നിയമം അനുസരിച്ചേക്കും, മറ്റോടത്തോ കുറച്ച് വാല്യൂം അതൊക്കെ ചേർത്ത് കൊടുക്കും. ഇനി ജഡ്ജിങ്ങിലേക്ക് പോകുകയാണെങ്കിൽ സ്ട്രക്ചർ ആയിരിക്കും, സ്ട്രക്ചർ ഓറിയന്റഡ് ആയിരിക്കും. കേരള മുഖ്യമന്ത്രിയെ കുറിച്ചൊക്കെ ആണെങ്കിൽ ആ ഒരു ജഡ്ജിങ് ആണ്. എന്നാലും മറ്റവരോ ഫ്ലെക്സിബിലിറ്റി ആയിരിക്കും, പെർസീവിങ് ആയിരിക്കും. അത്ര ഒരു റിജിഡ് ഒന്നും ആയിരിക്കില്ല. ഉമ്മൻചാണ്ടിന്റെ മാതിരി അങ്ങനെ ഒരു സൊല്യൂഷൻ കാണുക എന്നൊക്കെ ഉണ്ടാവും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വ്യക്തികളെ എക്സ്ട്രാവേർഷൻ, സെൻസിങ്, തിങ്കിങ്, ജഡ്ജിങ് എന്ന രീതിയിൽ, അതല്ലെങ്കിൽ ഇൻട്രോവേർഷൻ, ഇൻഡ്യൂഷൻ, ഫീലിംഗ്, പെർസീവിംഗ് എന്ന രീതിയിൽ തരം തിരിച്ച് 16 തരത്തിലുള്ള പേഴ്സണാലിറ്റി ഉണ്ട് എന്ന് പറയുന്ന, പേഴ്സണാലിറ്റി ടൈപ്പ് ഉണ്ട് എന്ന് പറയുന്ന ഒരു തിയറിയാണ് മൈയർ-ബേർജ് ടൈപ്പ് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞ MBTI തിയറി. ഓക്കെ, കാൾ യൂങ്ങിന്റെ തിയറിയെ ബേസ് ചെയ്ത് ഡെവലപ്പ് ചെയ്തതാണ് ഇത്. ടൈപ്പ് തിയറിയിൽ പെടുന്ന. അപ്പൊ ടൈപ്പ് തിയറി നമ്മൾ 3 പഠിച്ചു. ഒന്ന് ഹിപ്പോക്രാറ്റസിന്റെ ഫ്ലൂയിഡ് അടിസ്ഥാനത്തിൽ, 2 ഷെൽഡന്റേത് ഫിസിക്കൽ നേച്ചർ അടിസ്ഥാനത്തിൽ, അതായത് സൊമാറ്റോ ടൈപ്പ്, 3 കാൾ യൂങ്ങിന്റെ തിയറിയെ ബേസ് ചെയ്തുകൊണ്ട് MBTI എന്ന ഈ തിയറി. ഓക്കെ, ഞാൻ മെറ്റീരിയൽ അയക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ ഞാൻ നേരത്തെ പറഞ്ഞ MBTIയുടെ ആ ഒരു ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങളെ തന്നെ വിലയിരുത്തുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒന്നായിരിക്കും. ഒന്നെങ്കിൽ ISTJ എന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏതാണ്? ഇൻറ്റ്യൂറ്റീവ് ആണ്, സെൻസിങ് ആണ്, തിങ്കിങ് ആണ്, ജഡ്ജിങ് ആണ്. അതെല്ലാം നിങ്ങൾ ചിലപ്പോൾ അവസാനം കാണിക്കുന്ന ENTJ എന്നായിരിക്കും. ENTJ എന്ന് പറയുമ്പോൾ നിങ്ങൾ എക്സ്ട്രാവേർട്ടീവ് ആണ്, ഇൻറ്റ്യൂറ്റീവ് ആണ്, തിങ്കിങ് ആണ്, ജഡ്ജിങ് ആണ്. ഇതിൽപ്പെട്ട ഏതെങ്കിലും കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പിൽ നിങ്ങൾ പെടും എന്ന് പറയുന്ന ഒരു തിയറിയാണ് MBTI. കുറച്ച് മുമ്പൊക്കെ പല കമ്പനികളിലും റിക്രൂട്ട്മെന്റിലും അല്ലെങ്കിൽ അവരുടെ എംപ്ലോയീസിനെയൊക്കെ സെലക്ട് ചെയ്യുന്നിടത്തും പ്രൊമോഷനിലൊക്കെ ഈ ഒരു തിയറി അല്ലെങ്കിൽ ഈ ഒരു സാധനം ഉപയോഗിച്ചിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞത് ടൈപ്പ് തിയറിയാണ്. ഈ ടൈപ്പ് തിയറിയെ കുറിച്ച് പറയുന്നത് ഇത് ഒരു ഫ്ലെക്സിബിലിറ്റി കുറവുള്ള, അതായത് ജനങ്ങളെ ഈ ടൈപ്പ് അല്ലെങ്കിൽ ആ ടൈപ്പ് എന്ന് തരുന്നത്, ഈ ടൈപ്പിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് മാറല് സാധ്യത കുറവാണ്. അതിന്റെ ഇടയിൽ അതുമല്ല ഇതുമല്ല എന്ന് പറഞ്ഞ സാധനം ഇല്ല, മറിച്ച് ഒരു ഫിക്സഡ് കമ്പാർട്ട്മെന്റലൈസേഷൻ നടത്തുന്നുണ്ട് എന്ന രീതിയിൽ ഇതിനെ ക്രിറ്റിസൈസ് ഉണ്ട്. മാത്രമല്ല കോംപ്ലക്സ് പേഴ്സണാലിറ്റിയുടെ കോംപ്ലക്സ് ആസ്പെക്റ്റുകൾ, ക്യാരക്ടറിസ്റ്റിക്, ഫീച്ചേഴ്സ്, ട്രൈറ്റ്സ് ഇതൊക്കെ അവഗണിച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഒരു ക്ലാസിഫൈ ചെയ്യുകയാണ് ചെയ്തത്. മാത്രമല്ല ഈ ഓരോ വ്യക്തികൾക്കും യുണീക്കായ കുറേ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും, ഇതിനൊന്നും പരിഗണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഈ തിയറിയെ അവഗണിച്ചു. പുതിയൊരു തിയറി വന്നു, അതാണ് ട്രൈറ്റ് ബേസ്ഡ് കണ്ടിന്യൂം മോഡൽസ്, ട്രൈറ്റ് തിയറി. അപ്പോൾ ടൈപ്പ് കഴിഞ്ഞു, ഇനി നമുക്ക് ട്രൈറ്റിലേക്ക് കിടക്കാം. എന്താണ് ട്രൈറ്റ് തിയറി എന്ന്? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സുകളോ അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടോ? ഇല്ല എങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഭാഗത്തേക്ക് കൊടുക്കാം. ട്രൈറ്റ് തിയറി. ട്രൈറ്റ് തിയറി അനുസരിച്ച് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അവരെന്താ പറയുക വെച്ചാൽ ബ്രോഡ് സ്റ്റേബിൾ ട്രൈറ്റ്സുകൾ. മനുഷ്യരെ പേഴ്സണാലിറ്റിയെ കുറിച്ച് പഠിക്കുമ്പോൾ വിശാലമായ എന്നും നിലനിൽക്കുന്ന ചില സ്വഭാവ വിശേഷണങ്ങളുണ്ടാവും ഓരോ വ്യക്തിയെയും. എന്നെ ഞാനാക്കുന്ന, എൻ്റെ മകളാക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തായ നമ്മുടെ മുസദ്ദിഖ് സാറാക്കുന്ന, എന്നിൽ നിന്നും വേർതിരിക്കുന്ന ചില സ്വഭാവ വിശേഷങ്ങൾ, ട്രൈറ്റ്. അതുപോലെ ഓരോ വ്യക്തികളെയും മറ്റുള്ളതൊന്നും വേർതിരിക്കുന്ന ചില സ്വഭാവ വിശേഷണങ്ങൾ അദ്ദേഹത്തിൽ ജന്മനാ ഉള്ള, ജനറ്റിക്കലി കിട്ടിയതാകാം, എന്തായാലും അന്തർലീനമായി കിടക്കുന്ന, മാറ്റങ്ങൾക്ക് വിധേയമാകുന്നതും എന്നാൽ ഡ്യൂറബിലിറ്റി ഉള്ളതുമായ റിലേറ്റീവ്ലി പെർമനന്റ് ആയ ചില വിശേഷണങ്ങളുണ്ട്. ഈ വിശേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യക്തികളെ തരംതിരിക്കുന്ന ഈ ഒരു തിയറിയാണ് ട്രൈറ്റ് തിയറി. ആദ്യത്തത് ശരീരത്തിന്റെ രൂപം കണ്ട് അല്ലെങ്കിൽ ശരീരത്തിലെ ഫ്ലൂയിഡിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചു. രണ്ടാമത്തതോ നമ്മളിൽ കാണുന്ന ചില ക്യാരക്ടറിസ്റ്റിക്, ചില സ്വഭാവ ഗുണങ്ങൾ, ഇന്റേണൽ ആയിട്ടുള്ള ജന്മനാ കിട്ടിയ കുറെ കാര്യങ്ങൾ, ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇത് എൻഡ്യൂറിങ് ക്യാരക്ടറിസ്റ്റിക് ആണ്. മാത്രമല്ല ഇൻഫ്ലുവൻസ് ബിഹേവിയർ അക്രോസ്. നമ്മുടെ പെരുമാറ്റത്തെ നമ്മൾ എവിടെ എങ്ങനെ എന്തായാലും നമ്മളെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്ന, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചില സ്വഭാവ ഗുണങ്ങളുണ്ട്. ഈ സ്വഭാവ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ തരംതിരിക്കുന്ന ഈ ഒരു തിയറിയാണ് ട്രൈറ്റ്. ഇവർ പറയുന്നത് വെച്ചാൽ ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് പേഴ്സണാലിറ്റി. ഒരു വ്യക്തിയുടെ വ്യക്തിത്വ രൂപീകരണത്തിന്റെ ഇഷ്ടിക അല്ലെങ്കിൽ ബിൽഡിംഗ് ബ്ലോക്ക്, അതിന്റെ ആണിക്കല്ല് അല്ലെങ്കിൽ പ്രധാന ഭാഗം എന്ന് പറഞ്ഞാൽ ട്രൈറ്റ് ആണ് എന്ന് പറയുന്നത്. ട്രൈറ്റ് നേരത്തെ നമ്മൾ പറഞ്ഞു, ഇത് റിലേറ്റീവ്ലി സ്റ്റേബിൾ ആണ്, കൺസിസ്റ്റന്റ് ആണ്, മാത്രമല്ല എൻഡ്യൂറിങ്, ഏത് സാഹചര്യത്തിലും നിലനിൽക്കുന്നതാണ്. മാത്രമല്ല നേരത്തെ നമ്മൾ ടൈപ്പിൽ പറഞ്ഞു, ഒന്നെങ്കിൽ ഇങ്ങനെയാണ് അല്ലെങ്കിൽ അങ്ങനെയാണ്, ഒന്നെങ്കിൽ സാങ്ക്വയിൻ അല്ലെങ്കിൽ ഫ്ലഗ്മാറ്റിക്. അങ്ങനെ പറയാതെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്, ബൈനറി അല്ല, ഇത് അത് എന്ന് പറയാതെ ഇതും ഇതിൽ നിന്ന് കുറച്ചങ്ങനെ പോയി അതിലേക്ക് എത്തുന്നു അതല്ല എന്ന് പറഞ്ഞ ഒരു കണ്ടിന്യൂറ്റിയെ സൂചിപ്പിക്കുന്ന ഒരു പ്രത്യേകത ഈ ട്രൈറ്റ് തിയറി നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ യുണീക്ക് കോമ്പിനേഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. പല പല ട്രൈറ്റുകൾ, ആയിരക്കണക്കിന് ട്രൈറ്റുകൾ ഉണ്ട്, സ്വഭാവ വിശേഷങ്ങളുണ്ട്. ഇതിൽ നിന്ന് പലതും ചേർന്നിട്ടായിരിക്കും പല വ്യക്തികൾ ഉണ്ടായിരിക്കുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് ഗോൾഡൻ ആർപോർട്ടിന്റെ ട്രൈറ്റ് തിയറി. നമ്മൾ ട്രൈറ്റ് തിയറിയിലേക്ക് പറഞ്ഞു. ഗോൾഡൻ ആർപോർട്ട് എന്ന സൈക്കോളജിസ്റ്റ് ഡിക്ഷണറി ഇങ്ങനെ മറിച്ച് നോക്കുമ്പോൾ നമുക്ക് വ്യക്തികളുടെ സ്വഭാവത്തെ കുറിച്ച് പറയുന്ന കുറേ വാക്കുകൾ കാണാൻ സാധിക്കും. അങ്ങനെ ക്യാരക്ടറിസ്റ്റിക്സിനെ അല്ലെങ്കിൽ നമ്മുടെ ട്രൈറ്റിനെ, നമ്മുടെ ബിഹേവിയറിനെ, നമ്മുടെ സ്വഭാവ വിശേഷങ്ങളെ, പേഴ്സണാലിറ്റിയെ സൂചിപ്പിക്കുന്ന 17,000 ചില്ലാനും അഥവാ 18,000 വേർഡുകൾ കണ്ടെത്തി. ട്രൈറ്റ് വേർഡായിട്ട് നമ്മുടെ സ്വഭാവത്തെ സൂചിപ്പിക്കുന്ന, ഉദാഹരണം വിശ്വസ്തത, സ്വീകാര്യത, അഹങ്കാരം, സ്നേഹം, വാത്സല്യം, ധീരത, അവധാനത എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്വഭാവത്തെ സൂചിപ്പിക്കുന്ന ഒരു 18,000 ട്രൈറ്റുകൾ കണ്ടെത്തി ഇതിനെ ക്ലാസിഫൈ ചെയ്തു. അങ്ങനെ അദ്ദേഹം പറയുന്നത് വെച്ചാൽ പ്രധാനമായിട്ടും 2 തരം ട്രൈറ്റ് ആണ് കാണാൻ സാധിക്കുക വ്യക്തികളിൽ. ട്രൈറ്റ് തിയറിയിൽ ഒന്ന് ഗോൾഡൻ ആർപോർട്ടിൻ്റെത്, ഒന്ന് അദ്ദേഹം പറഞ്ഞ കോമൺ ട്രൈറ്റ്, ഇൻഡിവിജ്വൽ ട്രൈറ്റ്. 2 തരം ട്രൈറ്റുകൾ, 18,000 ട്രൈറ്റുകളെ കണ്ടെത്തി അത് തരംതിരിക്കുകയാണ്. കോമൺ ട്രൈറ്റ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ട്രൈറ്റ് അഥവാ പേഴ്സണൽ ഡിസ്പോസിഷൻ എന്ന് പറയുന്ന ട്രൈറ്റ് ഉണ്ട്. കോമൺ ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ മിക്കവാറും ആൾക്കാരിൽ കാണും. ഉദാഹരണം ഇന്ത്യക്കാരെടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കേരളക്കാരെടുത്തു കഴിഞ്ഞാൽ നമ്മളൊക്കെ പൊതുവെ പ്രായമുള്ളവരെ ബഹുമാനിക്കണം, അച്ഛനമ്മമാരെ ബഹുമാനിക്കണം, ചെറിയ കുട്ടിയോട് സ്നേഹം കാണിക്കണം, അയൽവാസികളോട് മമത കാണിക്കണം എന്ന് പറയുന്നത് ഒരു നമ്മുടെ പൊതുവേ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇതുണ്ട്. അപ്പോൾ പൊതുവേ ജനങ്ങളിൽ കണ്ടുവരുന്ന ചില സ്വഭാവ വിശേഷങ്ങൾ ഉണ്ടാകും. അതിനെ കോമൺ ട്രൈറ്റ് എന്ന് പറയും. അതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ തരംതിരിക്കും.
അതല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ട്രൈറ്റ്. ഇൻഡിവിജ്വൽ ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ കോമൺ ട്രൈറ്റിനേക്കാളും കൂടുതലായിട്ട് ചില വ്യക്തികളിൽ കാണും. ആ ഒരു കാരണം കൊണ്ട് ആ വ്യക്തിയെ തരംതിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഒരു വീട്ടിലെ 10 മക്കളുണ്ടെങ്കിൽ ആ 10ൽ നിന്നും ഒരു മകനെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഈ ചില സ്വഭാവവിശേഷണം കൊണ്ട്. അത് അവന്റെ ഇൻഡിവിജ്വൽ ട്രൈറ്റ് ആണ്. ഉദാഹരണം, ഇവിടെ ഖത്തറിലാണ് ജോലി ചെയ്യുന്നത്. ഖത്തറിൽ തന്നെ കേരളക്കാരെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഒരു സംഘത്തിൽ എവിടെയും പോയി കഴിഞ്ഞാൽ കേരളക്കാരെ അല്ലെങ്കിൽ ഇന്ത്യക്കാരെ, സൗത്ത് ഇന്ത്യക്കാരെ കണ്ടു കഴിഞ്ഞാൽ ശരീരപ്രകൃതിക്ക് പുറമെ ചില കോമൺ ട്രൈറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഭക്ഷണം കഴിക്കാനായാലും എവിടെ പോയാലും നമ്മുടെ സ്വഭാവം, ബംഗാളികളുടെ സ്വഭാവം, ഫിലിപ്പീൻസിന്റെ സ്വഭാവം, അവിടെ ആ ഒരു ട്രൈറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇൻഡിവിജ്വലി തരംതിരിക്കാൻ പറ്റുന്ന വ്യക്തികളെ മറ്റുള്ളവരിൽ നിന്നും വേർതിരിക്കുന്ന ചില പ്രത്യേക ഗുണങ്ങളുണ്ട്. ആ ഗുണഗണങ്ങളെയാണ് ഇൻഡിവിജ്വൽ ട്രൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നു, ഗോൾഡൻ ആൽബർട്ട് പറയുന്നു, കോമൺ ട്രൈറ്റ് എന്നതും ഇൻഡിവിജ്വൽ ട്രൈറ്റ് ഉണ്ട് എങ്കിലും ഇൻഡിവിജ്വൽ ട്രൈറ്റ് തന്നെ 3 തരമുണ്ട്. ഇൻഡിവിജ്വൽ ട്രൈറ്റ്, കാർഡിനൽ ട്രൈറ്റ്, സെൻട്രൽ ട്രൈറ്റ്, സെക്കൻഡറി ട്രൈറ്റ് ഇങ്ങനെ തരംതിരിക്കാം. തിയറി ആയതുകൊണ്ട് പഠിച്ചെടുക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. പക്ഷേ ഇത് പഠിക്കലും മനസ്സിലാക്കലും മസ്റ്റ് ആണ്. കാരണം അടുത്ത വർഷം പഠിക്കാനുള്ള പേഴ്സണാലിറ്റി സൈക്കോ പാത്തോളജി ആട്ടെ അല്ലെങ്കിൽ മറ്റു ഏത് വിഷയങ്ങൾ പഠിക്കണമെങ്കിലും ഇതിലെ തിയറികളൊക്കെ നമ്മൾ പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. അതല്ല ഈ ഫീൽഡിലേക്ക് പോവുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് അറിയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഈ പോയിന്റുകളൊക്കെ ഒന്ന് മനസ്സിലാക്കുക, പേരുകളെങ്കിലും മനസ്സിലാക്കുക. ഗോൾഡൻ ആൽബർട്ട് പറയുന്നത് കോമൺ ട്രൈറ്റ്, ഇൻഡിവിജ്വൽ ട്രൈറ്റ് എന്ന് 2 തരം ട്രൈറ്റ് ഉണ്ട്. ഇൻഡിവിജ്വൽ ട്രൈറ്റിന് അഥവാ ഓരോ വ്യക്തികളെയും താനാക്കുന്ന ചില സ്വഭാവങ്ങളുണ്ട്. അതിനെ കാർഡിനൽ ട്രൈറ്റ്, സെൻട്രൽ ട്രൈറ്റ്, സെക്കൻഡറി ട്രൈറ്റ് എന്നിങ്ങനെ തരംതിരിക്കാം. കാർഡിനൽ ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ ആ ഒരു സ്വഭാവത്തിന്റെ പേരിൽ മറ്റൊന്നിനൊക്കെ വേർതിരിച്ചറിയാൻ പറ്റും. ഉദാഹരണം, മഹാത്മാഗാന്ധി എന്ന് പറയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും നോൺ ഒബീഡിയൻസ് അല്ലെങ്കിൽ വയലൻസ് അല്ലെ, നോൺ വയലൻസിന്റെ പ്രതീകമാണ്. അല്ലെങ്കിൽ മദർ തെരേസ എന്ന് പറയുമ്പോഴേക്ക് ജനങ്ങളെ സേവനം ചെയ്യുക അല്ലെങ്കിൽ ഒരു സെർവിറ്റ്യൂഡിന്റെ ഒരു ഇത് വരുന്നു. അപ്പോൾ ഒരു പേര് പറയുമ്പോഴേക്ക് നമുക്ക് ചില സ്വഭാവങ്ങൾ മനസ്സിലാവും, അല്ലെങ്കിൽ ചില സ്വഭാവ വിശേഷങ്ങൾ പറയുമ്പോഴേക്ക് ചില വ്യക്തികളെ തന്നെ ഓർമ്മ വരുന്നു. അത്തരം ട്രൈറ്റുകളെയാണ് കാർഡിനൽ ട്രൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് കാർഡിനൽ. എന്നാൽ രണ്ടാമത്തത് സെൻട്രൽ ട്രൈറ്റ്. സെൻട്രൽ ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിൽ കാണുന്ന കുറച്ച് പൊതുവെ കണ്ടുവരുന്ന ജനറലായ സ്വഭാവങ്ങൾ, അതൊരു 5 മുതൽ 10 വരെയൊക്കെ ജനറൽ ട്രൈറ്റുകൾ. ഹോണസ്റ്റി, കറേജ്, എന്താ പറയുക, എന്തൂസിയാസം, അല്ലെങ്കിൽ സ്ലഗ്ഗിഷ്നെസ് എന്നൊക്കെ പറഞ്ഞാൽ ആള് ഭയങ്കര തണുപ്പാണ്, അത് ചൂടാകാത്ത ഒരാളാണ്, അതങ്ങനെ എത്ര ഉന്തിയാലും തള്ളിയാലും പോവാ അങ്ങനെ ഒരു, അല്ലെങ്കിൽ ആള് ഭയങ്കര സ്ട്രോങ് ആണ്, പെട്ടെന്ന് തന്നെ ദേഷ്യം പിടിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങനെ ചില കുറച്ച് കാര്യങ്ങൾ ഒരു വ്യക്തിയിൽ കാണും. ആ ഒരു കാരണങ്ങൾ കൊണ്ട് അദ്ദേഹം വേർതിരിക്കപ്പെടുന്നു. അപ്പോൾ 5-6 സ്വഭാവവിശേഷണങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ മൊത്തത്തിൽ പറയുന്നതാണ് സെൻട്രൽ ട്രൈറ്റ് എന്നുള്ളത്. അപ്പോൾ കാർഡിനൽ ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരൊറ്റ കാരണം കൊണ്ട് ആ വ്യക്തി വേർതിരിച്ചു നിൽക്കുന്നു, അല്ലെങ്കിൽ ആ വ്യക്തിയെ ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡോമിനന്റ് ആയിട്ട് അറിയാൻ പറ്റും. ഇതാണ്. ഇനി വരുന്നത് സെക്കൻഡറി ട്രൈറ്റ്സ്. സെക്കൻഡറി ട്രൈറ്റ്സ് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. അതായത് ചില സന്ദർഭങ്ങളിൽ, ചില സാഹചര്യങ്ങളിൽ വ്യക്തികൾ ചില രീതിയിൽ പെരുമാറും. ഉദാഹരണം, അദ്ദേഹത്തിന്റെ ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്തതല്ല, എന്നാലോ പ്രിഫറൻസുകളൊക്കെ ഉണ്ടാകുമല്ലോ. ചിലപ്പോൾ അങ്ങനെ സാഹചര്യത്തിനനുസരിച്ച് അങ്ങനെയൊക്കെ പെരുമാറിയിട്ടുണ്ടാകും. അതല്ലെങ്കിൽ ഒരാളുടെ ഫുഡ് ഹാബിറ്റ്, ഫുഡ് നേച്ചർ. അപ്പോൾ ഞാൻ ഇവിടെ ആയതുകൊണ്ട്, ഞാൻ ഒറ്റക്കായതുകൊണ്ട് എൻ്റെ ഫുഡിൻ്റെ ഒരു രീതി വേറെ ആയിരിക്കും. എന്നാൽ എൻ്റെ ഫാമിലിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ കിട്ടുമ്പോൾ അതിനനുസരിച്ച് അവർ പ്രത്യേകത ഒന്നും ഉണ്ടാവില്ല. സന്ദർഭത്തിനും സാഹചര്യത്തിലൊക്കെ മാറാൻ പറ്റുന്ന അങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ സെക്കൻഡറി ട്രൈറ്റ്സ് കൊണ്ട്, അത് പ്രിഫറൻസുകൾ എന്ന് പറയും. അപ്പോൾ ഗോൾഡൻ ആർപോർട്ടിന്റെ കാഴ്ചപ്പാടിൽ ട്രൈറ്റുകളാണ് പേഴ്സണാലിറ്റിയുടെ ബേസിക് ആയിട്ടുള്ള ബാക്ക് ബോൺ അല്ലെങ്കിൽ ബ്രിക്ക് സ്റ്റോൺ എന്ന് പറയുന്നത് അല്ലേ. ഇതിനെ അദ്ദേഹം കോമൺ ട്രൈറ്റ്, ഇൻഡിവിജ്വൽ ട്രൈറ്റ് എന്നിങ്ങനെ 2ആയി തിരിച്ചു. ഇൻഡിവിജ്വൽ ട്രൈറ്റിനെ തന്നെ അദ്ദേഹം 3ആയി തിരിച്ചു: കാർഡിനൽ, സെൻട്രൽ, സെക്കൻഡറി. കാർഡിനൽ എന്ന് പറഞ്ഞാൽ മികച്ചു നിൽക്കുന്നത്, മുഴച്ചു നിൽക്കുന്നത്, ആ ഒരൊറ്റ പേര് കൊണ്ട് അല്ലെങ്കിൽ ആ ഒരൊറ്റ സ്വഭാവം കൊണ്ട് അദ്ദേഹം അറിയപ്പെടുന്നു. അങ്ങനത്തെ ഒരു സ്വഭാവവിശേഷണമാണെങ്കിൽ അത് കാർഡിനൽ ട്രൈറ്റ്. പൊതുവെ അദ്ദേഹത്തിൽ ജനറലി കണ്ടുവരുന്ന കുറെ ഗുണങ്ങൾ ഉണ്ടാവും, 8-10 ഗുണങ്ങളും, അതിനെ സെൻട്രൽ ട്രൈറ്റ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ, ചില സാഹചര്യങ്ങളിൽ അദ്ദേഹം അങ്ങനെ പെരുമാറാം. അങ്ങനെയുള്ള ചില ട്രൈറ്റുകൾ സെക്കൻഡറി ട്രൈറ്റ്. ഇതൊക്കെ പേഴ്സണൽ ട്രൈറ്റ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ട്രൈറ്റ് കാണും. പിന്നെ ഇതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കോൺസെപ്റ്റാണ് പ്രോപ്രിയം അല്ലെങ്കിൽ സെൽഫ് എന്ന് പറയുന്നത്. ഗോൾഡൻ ആർപോർട്ടിന്റെ തിയറി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് എന്താണ് ഈ പ്രോപ്രിയം എന്ന് പറയുന്നത്. അതായത് ഒരു കുഞ്ഞ് ജനിച്ച് വളർന്നിങ്ങനെ വരുന്ന സമയത്ത്
പലപ്പോഴായി പല രീതിയിൽ ഇങ്ങനെ പെരുമാറി വന്ന് അദ്ദേഹത്തെ അദ്ദേഹമായി തിരിക്കുന്ന ചില ഗുണങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ, ഓവർ ടൈമിൽ ഡെവലപ്പ് ചെയ്യുന്ന. അപ്പോൾ അദ്ദേഹത്തിൽ കണ്ടുവരുന്ന 8-10 വിശേഷണങ്ങളുടെ അതിനൊരു യൂണിറ്റി നമുക്ക് കാണാൻ സാധിക്കും, കൺസിസ്റ്റൻസി കാണാൻ സാധിക്കും. അതേസമയം ഈ സ്വഭാവ ഈ ക്യാരക്ടറിസ്റ്റിക്കുകളുടെ ഇന്റഗ്രിറ്റി കാണാൻ സാധിക്കും. അപ്പോൾ ഒരു വ്യക്തിയെ വ്യക്തിയാക്കുന്ന, അദ്ദേഹമായി വേർതിരിക്കുന്ന ഒരു സെൽഫ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു കോൺസെപ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, പ്രോപ്രിയം എന്ന് മനസ്സിലാക്കാം. ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കണം. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഗോർഡൻ ആൽപോർട്ട്. ഓക്കെ, ഗോർഡൻ ആൽപോർട്ടിൻ്റെത് ഒരു ലെക്സിക്കലാണ്, അഥവാ ഡിക്ഷണറി വെച്ചുകൊണ്ട് അദ്ദേഹം കണ്ടെത്തിയതാണ്, അല്ലെങ്കിൽ ഡിക്ഷണറി തുറന്നിട്ട് ധാരാളം വേർഡുകൾ കണ്ടെത്തി ഇതിൽ നിന്ന് അദ്ദേഹം ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഒരു തിയറി ഡെവലപ്പ് ചെയ്യാണ്, കോമൺ ട്രൈറ്റ്, ഇൻഡിവിജ്വൽ ട്രൈറ്റ് എന്ന് പറഞ്ഞിട്ട്. ഇനി റൈമണ്ട് ബി കാറ്റിൽ ഫാക്ടർ അനാലിസിസ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ MPC 5 പഠിക്കും, റിസർച്ച് മെത്തഡോളജീസ് എന്ന് പറയും. ഈ റിസർച്ച് പേപ്പർ പഠിക്കുമ്പോൾ അതിൽ മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് തിയറി ഡെവലപ്പ് ചെയ്യുക, തിയറി ഡെവലപ്പ് ചെയ്യുന്ന രീതികളൊക്കെയാണ് അതിൽ പറയുന്നത്. ഫാക്ടർ അനാലിസിസ് എന്നാണ്. എന്താണ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു സ്വഭാവം അല്ലെങ്കിൽ എന്തൊരു ഘടകം അതിനെ ബേസ് ചെയ്യും. അപ്പോൾ ഫാക്ടർ അനാലിസിസ് എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക റിസർച്ച് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം കണ്ടെത്തിയ ഒരു തിയറിയാണ്. അദ്ദേഹം പറഞ്ഞു 2 തരം ട്രൈറ്റുകളാണ് വ്യക്തികളിൽ കാണുക. പ്രധാനമായിട്ടും 2 തരം ട്രൈറ്റുകൾ കാണാം. ഒന്ന് സർഫേസ് ട്രൈറ്റ്, 2 സോഴ്സ് ട്രൈറ്റ്. ട്രൈറ്റ് തിയറിയിൽ രണ്ടാമത്തത് റൈമണ്ട് ബി കാറ്റലിൻ്റെത്. അദ്ദേഹം ഫാക്ടർ അനാലിസിസ് എന്ന് പറഞ്ഞ ആ ഒരു റിസർച്ച് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഡെവലപ്പ് ചെയ്ത തിയറിയാണ്. ഈ തിയറി അനുസരിച്ച് ട്രൈറ്റുകൾ പ്രധാനമായി 2 തരം, സർഫേസ് ട്രൈറ്റ്, മറ്റൊന്ന് സോഴ്സ് ട്രൈറ്റ്. സർഫേസ് ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ പ്രകടമായി കാണുന്നത്, എപ്പോഴും ഒബ്സർവ്ഡ് ആയിട്ടുള്ളത്. നമുക്ക് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരാളെ കാണുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് പ്രകടമായി കാണുന്ന, ബാഹ്യമായിട്ട് അദ്ദേഹത്തിൽ നിന്ന് പ്രകടമാകുന്ന കാര്യങ്ങളെയാണ് അദ്ദേഹത്തിന്റെ സർഫേസ് ട്രൈറ്റ്സ് എന്ന് പറയുന്നത്. ഉദാഹരണം കൈൻഡ്നസ്, ഹോണസ്റ്റി ഒക്കെ. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു സെൻട്രൽ ട്രൈറ്റ്. ഒരു വ്യക്തിയിൽ പൊതുവെ കാണുന്ന 5-6 സ്വഭാവ വിശേഷണങ്ങൾ ഉണ്ടെങ്കിൽ, ട്രൈറ്റ് ഉണ്ടെങ്കിൽ അതിനെ സെൻട്രൽ ട്രൈറ്റ് എന്ന് പറഞ്ഞിരുന്നു. ആ സെൻട്രൽ ട്രൈറ്റ് പോലെ അതിന് സമാനമായിട്ടുള്ളതാണ് സർഫേസ് ട്രൈറ്റ്. ഒരു വ്യക്തിയിലെ പ്രകടമായി കാണുന്ന ഒബ്സർവബിൾ ആയ ചില വിശേഷണങ്ങളെ അത് നമുക്ക് സെൻട്രൽ എന്ന് പറയും. എന്നാൽ അങ്ങനെ അദ്ദേഹം പെരുമാറാനും അല്ലെങ്കിൽ അങ്ങനെ അദ്ദേഹത്തിന് കാണാനും അതിന്റെ പിന്നിൽ കാരണമാകുന്ന ചില അന്തർലീനമായി കിടക്കുന്ന ഇന്റേണൽ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. എക്സ്റ്റേണൽ അല്ല, മറിച്ച് ഇന്റേണൽ ആയ. ഇത് കാരണമാണ് ഇദ്ദേഹം ഇങ്ങനെ പെരുമാറുന്നത്. അപ്പൊ ഇന്റേണൽ ആയ കുറച്ച് കാര്യങ്ങൾ, അതാണ് സോഴ്സ് ട്രൈറ്റ്. സോഴ്സ് ട്രൈറ്റ് എന്ന് പറഞ്ഞതാണ്, അതായത് വ്യക്തിയുടെ ഡീപ്പറായി ഇന്റേണൽ ആയിട്ട് അടിഞ്ഞു കിടക്കുന്നതാണ്. മാത്രമല്ല അത് ഇന്റർലൈൻ ഫാക്ടർ. ഓക്കെ, ഈ സർഫേസ് ട്രൈറ്റുകൾ പ്രകടമായി കാണുന്ന ചില ഗുണങ്ങളും സ്വഭാവങ്ങളും ഉണ്ട്. ഇതിനെ ഇങ്ങനെ നിലനിർത്തുവാനും ഇങ്ങനെ പെരുമാറുവാനും ഇദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്ന, അതിന്റെ പിന്നിൽ ഹേതുവാകുന്ന, കാരണമാകുന്ന ചില ഘടകങ്ങൾ ഉണ്ടാകും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സോഴ്സ് ട്രൈറ്റ്. അപ്പോൾ സോഴ്സ് ട്രൈറ്റ്, സർഫേസ് ട്രൈറ്റ് എന്നിങ്ങനെ 2 തരം ട്രൈറ്റുകൾ ഉണ്ട് എന്നാണ് റൈമണ്ട് ബി കാറ്റിൽ പറയുന്നത്. ഈ സോഴ്സ് ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ എണ്ണം നോക്കുമ്പോൾ കുറച്ച് കുറവായിരിക്കും. പക്ഷേ ഈ സോഴ്സ് ട്രൈറ്റ് നോക്കിയിട്ട് ഇദ്ദേഹത്തെ നമുക്ക് വിലയിരുത്താനും ഇദ്ദേഹത്തിന്റെ ഫ്യൂച്ചറിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അദ്ദേഹമായി നമുക്ക് കാണാൻ സഹായിക്കുന്ന പലതും പ്രകടമായി കാണുന്നുണ്ടും, അതാണ് സർഫേസ്. പക്ഷെ അതിന്റെ പിന്നിൽ കാരണമാകുന്ന ചില വേരുകൾ, ചില അടിസ്ഥാന ഘടകങ്ങൾ ഉണ്ടാവും. ഇതാണ് സോഴ്സ് ട്രൈറ്റ്സ്. ഇമ്പോർട്ടന്റ് സോഴ്സ് ട്രൈറ്റ്സ് ആണ്. ഉദാഹരണം ഇൻ്റലിജൻസ്. ഇതിലെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അളവിലൊക്കെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഓരോ വീട്ടിലെയും ഓരോ വ്യക്തികളും ഓരോ കുട്ടികളും അല്ലെങ്കിൽ നമ്മളൊക്കെ ഇന്റലിജൻസ് ലെവലിൽ വ്യത്യാസമുണ്ട്. പക്ഷെ ഇന്റലിജൻസ് വെച്ചുകൊണ്ടാണ് നമ്മുടെ പെർഫോമൻസും നമ്മുടെ പെരുമാറ്റങ്ങളും നമ്മുടെ ഇടപഴകലും. ഇന്റലിജന്റ് ആണെങ്കിൽ കാര്യങ്ങൾ നേടുന്നതിലും കാര്യങ്ങൾ കരസ്ഥമാക്കുന്നതിലും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും നമ്മുടെ കഴിവ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മുടെ പല പെർഫോമൻസിനെയും നമ്മുടെ പല എന്താ പറയുക ജീവിത സാഹചര്യങ്ങൾ, ജീവിതത്തിൽ നമ്മൾ അച്ചീവ്മെന്റ് ആട്ടെ അല്ലെങ്കിൽ എന്ത് തന്നെ ആട്ടെ, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു സാധനമാണ് നമ്മളിലുള്ള ഇന്റലിജൻസ് എന്ന് പറഞ്ഞൊരു ഫാക്ടർ, അല്ലെങ്കിൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞ ട്രൈറ്റ്. അപ്പൊ ഇന്റലിജൻസ് എന്നതൊരു സോഴ്സ് ട്രൈറ്റ് ആണ്. ഇതനുസരിച്ചാണ് നമ്മുടെ സക്സസ്, നമ്മുടെ പെർഫോമൻസ്, നമ്മുടെ ഡെവലപ്മെന്റ്സ്, നമ്മുടെ അച്ചീവ്മെന്റ്സ് കിടക്കുന്നത്. അപ്പോൾ ഈ പുറത്ത് കാണുന്ന സാധനങ്ങളെ നിയന്ത്രിക്കുന്ന ഉള്ളിൽ കിടക്കുന്ന ചില ട്രൈറ്റുകളുണ്ട്. ഇത് സോഴ്സ് ട്രൈറ്റ് എന്നും, എന്നാൽ പ്രകടമായി കാണുന്ന ഒബ്സർവ്ഡ് ആയതിനെ സർഫേസ് ട്രൈറ്റും, ഇങ്ങനെ 2ആയി തിരിക്കുന്നുണ്ട് റൈമണ്ട് ബി കാറ്റിൽ.
ഇങ്ങനെ സോഴ്സ് ട്രൈറ്റ്, സർഫേസ് ട്രൈറ്റ് എന്ന് പറഞ്ഞ് തരം തിരിച്ച് ഇദ്ദേഹം മൊത്തത്തിലുള്ള കുറേ ട്രൈറ്റുകളെ കുറിച്ചുകൊണ്ട് അദ്ദേഹം അവസാനം പറയുന്നുണ്ട് 16PF. അടുത്ത നിങ്ങൾ സെക്കൻഡ് ഇയറിൽ പഠിക്കാനുണ്ട്. 16PF എന്ന ഒരു പ്രാക്ടിക്കലിൽ പഠിക്കാനുള്ളത്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ഒന്നുകൂടി എളുപ്പമായിരിക്കും. ഓക്കെ, ഈ സോഴ്സ് ട്രൈറ്റ്, സർഫേസ് ട്രൈറ്റ് എന്ന് പറയുന്ന ട്രൈറ്റുകൾ വെച്ചിട്ട് അദ്ദേഹം 22ഓളം കാറ്റഗറി ഉണ്ട്, ഇങ്ങനെ ഉണ്ട് പറഞ്ഞിട്ട് ലാസ്റ്റ് അവസാനം അദ്ദേഹം കണ്ടെത്തുന്നു 16PF, 16 തരത്തിലുള്ള പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് നമ്മളിലുണ്ട് എന്ന് പറയുന്ന ഒരു തിയറിയാണ് 16PF. അതിന് പുറമെ അദ്ദേഹത്തിന്റെ ആ ഒരു തിയറിയിൽ കാണാൻ പറ്റും മൂന്നാമത്തെ ഒരു വിഭാഗം സർഫേസ്, സോഴ്സ്, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് എൻവയോൺമെന്റൽ മോഡ്. ഇവർ പറയുന്നത് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബയോളജി കൊണ്ട്, നേച്ചർ കൊണ്ട് ജന്മനാ നമ്മളിൽ കണ്ടുവരുന്ന ചില സ്വഭാവങ്ങൾ, ജെനറ്റിക്കലി ബയോളജിക്കലി നമ്മളിൽ കിട്ടിവരുന്ന ചില സ്വഭാവങ്ങൾ, അതിനെ കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രൈറ്റ് എന്ന് പറയും. എന്നാൽ എൻവയോൺമെന്റൽ മോഡ് ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടപഴകുന്ന സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഇടപഴകുന്ന സന്ദർഭങ്ങൾ, സാഹചര്യങ്ങൾ, ചുറ്റുപാടുകൾ, അതിൽ നിന്നും മോൾഡ് ചെയ്തു വരുന്ന ചില സ്വഭാവങ്ങൾ ഉണ്ടാവും. അപ്പോൾ ജന്മനാ ചില സ്വഭാവങ്ങൾ ഓരോരുത്തർക്കും ഉണ്ട്, എങ്കിലും അവർ വളർന്നു വരുന്ന കുടുംബ പശ്ചാത്തലം, സാഹചര്യം, അതിനനുസരിച്ച് സ്വഭാവ ഗുണങ്ങളിൽ മാറ്റങ്ങൾ വരാം, കൂടാം, കുറയാം. ഉദാഹരണം, ജന്മനാ അഗ്രസീവ്നെസ് ഉണ്ടായിരിക്കാം, പക്ഷേ കുറച്ചുകൂടി കൾച്ചേർഡായ, കുറച്ചുകൂടി ഡെവലപ്ഡ് ആയ ഒരു ഫാമിലിയിലും സാഹചര്യത്തിലും ഒരു കൾച്ചറിലുമാണ് അദ്ദേഹം വളർന്നു വരുന്നതെങ്കിൽ കുറച്ചൊക്കെ അതൊക്കെ മാറിയിട്ട് കുറച്ചുകൂടി ഒന്ന് കൾച്ചേർഡായി വരാം, നേരെ വരാതിരിക്കാം. അപ്പോൾ സാഹചര്യവും സന്ദർഭവും മാറ്റം വരുത്തിയിട്ടുണ്ടാകുന്ന ചില സ്വഭാവ ഗുണങ്ങൾ ഉണ്ടാവും. അതിനെ നമ്മൾ എൻവയോൺമെന്റൽ മോഡ് ട്രൈറ്റ് എന്ന് പറയും. എന്നാൽ എന്ത് തന്നെ സംഭവിച്ചാലും ജന്മന നമ്മളിൽ നിലനിൽക്കുന്ന ചില സ്വഭാവ ഗുണങ്ങൾ ഉണ്ടാവും, അതിനെ കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രൈറ്റ് എന്ന് പറയും. ഇങ്ങനെ രണ്ടായി തിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇനി അടുത്തത് റെയ്മൻ ബി കാറ്റ്. ഓക്കെ, നേരത്തെ പറഞ്ഞ തിയറികളാണ്. ഒന്ന് റെയ്മൻ ബി കാറ്റിന്റെ തിയറിയിൽ ഒന്നാമത് പറഞ്ഞത് സർഫേസ് ട്രൈറ്റ്, സോഴ്സ് ട്രൈറ്റ്, ഇങ്ങനെ രണ്ടായി തിരിച്ചു. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് എൻവയോൺമെന്റൽ മോഡ് ട്രൈറ്റ് എന്ന് പറഞ്ഞിട്ട് തിരിച്ചു. ഈ എൻവയോൺമെന്റൽ മോഡാണോ അതല്ല കോൺസ്റ്റിറ്റ്യൂഷൻ ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണ് മാവ അഥവാ മൾട്ടിപ്പിൾ അബ്സ്ട്രാക്റ്റ് വേരിയൻസ് അനാലിസിസ് എന്നുള്ളത്. അതായത് ഈ മാവ എന്ന ടൂള്, ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരാളുടെ ട്രൈറ്റ് അത് എത്രമാത്രം എൻവയോൺമെന്റൽ മോൾഡ് ആണ് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതൊക്കെ നിങ്ങൾ സെക്കൻഡ് ഇയറിന്റെ ആ ഒരു പ്രാക്ടിക്കലിൽ വരുന്ന സമയത്ത് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇദ്ദേഹത്തിന്റെ ഈ തിയറിയിൽ അടുത്ത് പറയേണ്ടത് ട്രൈറ്റ് തന്നെ എബിലിറ്റി ട്രൈറ്റ്, ടെമ്പറാമെന്റ് ട്രൈറ്റ്, ഡൈനാമിക് ട്രൈറ്റ്, ഇങ്ങനെ മൂന്ന് തരക്കും. അപ്പോൾ ആദ്യം സർഫേസ്, സോഴ്സ് ഇങ്ങനെ പറഞ്ഞു, രണ്ട് എൻവയോൺമെന്റൽ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ അങ്ങനെ തരം തിരിച്ചു. മൂന്നാമത്തെ കാറ്റഗറിയാണ് എബിലിറ്റി ട്രൈറ്റ്, ടെമ്പറാമെന്റ് ട്രൈറ്റ്, ഡൈനാമിക് ട്രൈറ്റ്. ഈ ഡൈനാമിക് ട്രൈറ്റ് അഥവാ മോട്ടിവേഷൻ ട്രൈറ്റ് എന്ന് പറയുന്ന അതിനെ വീണ്ടും തിരിക്കുന്നുണ്ട് ഏർജ്, സെന്റിമെന്റ്സ്, ആറ്റിറ്റ്യൂഡ്സ്. അപ്പോൾ മൂന്നാമത്തെ ഒരു കാറ്റഗറിയാണ് എബിലിറ്റി ട്രൈറ്റ്സ്. എബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ജീവിതത്തിൽ പല ലക്ഷ്യങ്ങളും പല ആഗ്രഹങ്ങളും പല ഉദ്ദേശങ്ങളും ഉണ്ടാവും. ഇതൊക്കെ നേടാൻ നമ്മളെ സഹായിക്കുന്ന ചില ഗുണങ്ങളുണ്ട്. അതിനെയാണ് എബിലിറ്റി ട്രൈറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ചില സ്കില്ലുകൾ ജന്മനാ ഉള്ളതാകാം, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തുണ്ടാക്കുന്നതായിരിക്കാം. ഇത്തരം ട്രൈറ്റുകളെ, സ്കില്ലുകളെ എബിലിറ്റി ട്രൈറ്റ് എന്ന് ഉദ്ദേശിക്കും. ഇന്റലിജൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പരീക്ഷ പാസ്സാകാം, ജോലി നേടാം, ഉന്നതമായ ഫലങ്ങളിൽ എത്താൻ പറ്റും. ടെമ്പറാമെന്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആ ഗോള് നേടാൻ നമ്മൾ ഏത് സ്റ്റൈലാണ് ഉപയോഗിക്കുന്നത്. ട്രൈറ്റ് സ്കില്ലല്ല, എബിലിറ്റി അല്ല, മറിച്ച് ആ എബിലിറ്റി ഉണ്ടെങ്കിലും അതോടുകൂടെ ചില സ്കില്ലുകൾ, ചില പ്രത്യേക സ്റ്റൈലുകൾ നമ്മൾ ഉപയോഗിക്കും. അത് ലക്ഷ്യം നേടാൻ വേണ്ടി ചില ക്രൂക്ക് വഴികളാകാം, അല്ലെങ്കിൽ ചില ടെക്നിക്കുകളായിരിക്കാം, അതല്ലെങ്കിൽ മറ്റുള്ള വ്യത്യസ്തമാകുന്ന ചില മെത്തേഡുകളൊക്കെ നമ്മൾ ഉപയോഗിക്കും. അതായത് ചിലപ്പോൾ നമ്മളായിരിക്കും ഒരു ലക്ഷ്യം നേടാൻ വേണ്ടി വളരെ ഫോക്കസ്ഡ് ആയിരിക്കും, വേറെ ഒന്നും ചിന്തിക്കാതെ അതിൽ മാത്രം ഫോക്കസ്ഡ് ആയിട്ട് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് പോകുന്ന സ്വഭാവം ഉണ്ടായിരിക്കും. അതല്ലെങ്കിൽ എന്തായാലും കുഴപ്പമില്ല, MAPC അല്ല, അത് എങ്ങനെയൊക്കെ എഴുതി പാസ്സാകാം എന്ന് പറയുന്ന ഈസി ഗോയിങ് മെത്തേഡ് ആയിരിക്കും. അപ്പോൾ ഗോള് നേടാൻ നമ്മളെ സഹായിക്കുന്ന ചില എബിലിറ്റികളുണ്ട്, സ്കില്ലുകളുണ്ട്, അതിന് എബിലിറ്റി ട്രൈറ്റ്. അതോടൊപ്പം തന്നെ അത് നേടിയെടുക്കുന്ന ചില സ്റ്റൈലുകളുണ്ട്, അത് ടെമ്പറാമെന്റ് സ്റ്റൈൽ. അപ്പോൾ ഗോള് നേടാൻ സഹായിക്കുന്ന സ്കില്ലിനെ എബിലിറ്റി എന്നും, അതിന് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്, റൂട്ട്, ഫോം, സ്റ്റൈല്, അതിനെ ടെമ്പറാമെന്റ് ട്രൈറ്റ് എന്നും പറയും. പിന്നെ എന്നുള്ളത് ഡൈനാമിക് ട്രൈറ്റ്സ്.
അങ്ങനെ ഒരു ഗോളിലേക്ക് എത്താൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ചില ഘടകങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാകും. അതായത് നമ്മുടെ മോട്ടിവേഷൻസ്, നമ്മുടെ ഇൻട്രസ്റ്റ്. ഇതാണ് ഡൈനാമിക് ട്രൈറ്റ്സ് അഥവാ ആംബിഷൻ. എന്തിനാണ് MAPC ചെയ്യുന്നത്? അത് ഒരു സൈക്കോളജിസ്റ്റ് ആവാൻ, അല്ലെങ്കിൽ ഒരു കൗൺസിലർ ആകാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ആൾക്കാരുടെ ഒരു സൈക്കോളജിസ്റ്റ്, അങ്ങനെ ഒരു ആംബിഷൻ. അതല്ലെങ്കിൽ ഞാനൊരു സൈക്കോളജിയുടെ കോഴ്സ് ചെയ്ത് ഒരു MPhil ഒക്കെ ചെയ്ത് PhD ഒക്കെ എടുത്ത് ഡോക്ടർ എന്ന പേരിൽ അറിയാം, അതൊരു ആംബിഷനാണ്. അപ്പോൾ അതിന്റെ പിന്നിൽ നമ്മളെ പ്രേരിപ്പിക്കുന്ന ചില മോട്ടിവേഷൻ, ഇതിന്റെ അടിസ്ഥാനത്തിൽ ട്രൈറ്റുകൾ തരംതിരിക്കും. അപ്പോൾ എബിലിറ്റിയുടെ, സ്കില്ലിന്റെ അടിസ്ഥാനത്തിൽ എബിലിറ്റി ട്രൈറ്റ്, ഏത് രീതിയിലാണ് ഗോൾ നേടുന്നതിന്റെ സ്റ്റൈല്, മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ടെമ്പറാമെന്റ് ട്രൈറ്റ്. എന്നാൽ അതിന്റെ പിന്നിൽ അങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്ന ചില അതിന്റെ ഉത്തേജകമാകുന്ന മോട്ടിവേഷൻ ഫാക്ടേഴ്സ് ഉണ്ടാവും. അതിനെ നമുക്ക് ഡൈനാമിക് ട്രൈറ്റ് എന്ന് വിളിക്കാം. ഇങ്ങനെ ട്രൈറ്റിനെ 3ആയി തിരിച്ചിട്ടുണ്ട് റൈമൺ പിക്കാറ്റിൽ. ആദ്യം സർഫേസ്, സോഴ്സ്, പിന്നെ രണ്ടാമതാണ് നമ്മൾ പറഞ്ഞിരുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ, എൻവയോൺമെന്റൽ. മൂന്നാമത് എബിലിറ്റി, ടെമ്പറാമെന്റ്, ഡൈനാമിക്. എബിലിറ്റി എന്ന് പറയുമ്പോൾ സ്കില്ല്, ടെമ്പറാമെന്റ് പറയുമ്പോൾ മെത്തേഡ്, സ്റ്റൈല്, ഡൈനാമിക് എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ പ്രേരിപ്പിക്കുന്ന മോട്ടിവേഷൻ, ഇൻട്രസ്റ്റ്, ആംബിഷൻ. ഇത് ഇങ്ങനെ. ഇനി ഡൈനാമിക് ട്രൈറ്റിനെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, മോട്ടിവേഷൻ ട്രൈറ്റുകൾ തന്നെ 3 ഉണ്ട്. ഏർജ്, സെന്റിമെന്റ്സ്, ആറ്റിറ്റ്യൂഡ്സ്. ഞാൻ ആ നോട്ട്സ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഷോർട്ടാക്കി പറഞ്ഞുകൊണ്ടാണ് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാകുക. പക്ഷേ ഇതൊന്നും ശരിക്കും മനസ്സിലാക്കി മെറ്റീരിയൽ വായിച്ചാൽ നിങ്ങൾക്ക് വല്ലതും തിരിയും. ഇല്ലാണ്ടെങ്കിൽ മെറ്റീരിയൽ വായിച്ചാൽ മൊത്തത്തിൽ കറങ്ങിപ്പോ. അതുകൊണ്ട് അതിന്റെ ഷോർട്ട് ആൻഡ് ഫോമിലാണ് ഞാൻ തരുന്നത് കേട്ടോ. നിങ്ങൾ സെക്കൻഡ് ഇയർ എത്തുന്ന ഒന്നുകൂടി കൂടുതൽ മനസ്സിലാവുമെങ്കിലും ഫസ്റ്റ് ഇയറിൽ തന്നെ മെറ്റീരിയൽ വായിച്ച് പഠിച്ചാലാണ് എക്സാം കഴിയുമ്പോൾ, അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ മെറ്റീരിയൽ വായിക്കുമ്പോൾ, ക്ലാസ്സുകൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുക. കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും തിയറി ആയതുകൊണ്ട്. എങ്കിലും ഡൈനാമിക് ട്രൈറ്റ്, ആ ഡൈനാമിക് ട്രൈറ്റിനെ തന്നെ 3ആയിട്ട്, മോട്ടിവേഷൻ ട്രൈറ്റ് 3ആയി തിരിക്കുന്നു. ഒന്ന് ഏർജുകൾ, സെന്റിമെന്റ്സ്, ആറ്റിറ്റ്യൂഡ്സ്. ഏർജ് എന്ന് പറയുമ്പോൾ ജന്മന നമ്മൾ ഇന്നേറ്റ് ആയിട്ടുള്ള ചില ഡ്രൈവുകൾ, ഇനേറ്റ് ജന്മസിദ്ധമായി കിട്ടുന്ന ചില ഡ്രൈവുകൾ, സെക്ഷൽ തേഴ്സ്റ്റുകളാകട്ടെ, ക്യൂരിയോസിറ്റി ആകട്ടെ, അതൊക്കെ ജന്മ. സെന്റിമെന്റ്സ് പറഞ്ഞാൽ നമ്മൾ പഠിച്ചെടുക്കുന്ന, ലേൺഡ് ആകുന്ന ചില മോട്ടിവേഷൻസ് ആണ്. ഒന്ന് ജന്മനായുള്ള മോട്ടീവ്സുകൾ, ഇനേറ്റ് ഡ്രൈവ്സുകൾ. 2 പഠിച്ചെടുത്തിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ രാജ്യത്തോടുള്ള സ്നേഹം, കുടുംബത്തോട്, രക്തത്തോടുള്ള ഒരു സ്നേഹം, സ്വന്തം മതത്തോടും അനുയായികളോടുള്ള ഒരു അടുപ്പം, ഇതൊക്കെ. ആറ്റിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ ഈ മോട്ടീവ്സുകൾ അല്ലെങ്കിൽ മോട്ടിവേഷൻസ് എങ്ങനെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആകാം, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആകാം, ന്യൂട്രൽ ആറ്റിറ്റ്യൂഡ് ആകാം, ഇങ്ങനെ. അപ്പോൾ റൈമൺ പിക്കാറ്റിലിന്റെ തിയറി അവസാനം അദ്ദേഹം പറയുന്നു, എബിലിറ്റി ട്രൈറ്റ്, ടെമ്പറാമെന്റ് ട്രൈറ്റ്, ഡൈനാമിക് ട്രൈറ്റ് എന്ന് പറഞ്ഞ 3 തരം ട്രൈറ്റുകളുണ്ട്. ഡൈനാമിക് ട്രൈറ്റിന് തന്നെ അഥവാ മോട്ടിവേഷൻ ഫാക്ടർ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഫാക്ടറിനെ തന്നെ 3ആയി തിരിക്കുന്നു. ഏർജ് എന്ന് പറഞ്ഞാൽ ഇനേറ്റ് ആയിട്ടുള്ള ചില ഡ്രൈവുകളാണ്, ജന്മനായുള്ള നമ്മൾ അന്തർലീനമായി കിടക്കുന്ന ചില മോട്ടിവേഷൻ ഫാക്ടേഴ്സ് ആണ്. സെന്റിമെന്റ്സ് പറഞ്ഞാൽ ജന്മനാ ഉള്ളതല്ല, മറിച്ച് നമ്മൾ മനസ്സിലാക്കിയെടുത്ത, പഠിച്ചെടുത്ത, മറ്റുള്ളൊന്നും കോപ്പി ചെയ്തുള്ള ചില ഏർജുകളും മോട്ടിവേഷൻസും ആണ്. എന്നാൽ ആറ്റിറ്റ്യൂഡ്സ് പറഞ്ഞാൽ അത് എങ്ങനെയാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത്, ആ പ്രകടമാക്കുന്ന ആ രീതിയാണ് ആറ്റിറ്റ്യൂഡ്. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ നമുക്ക് വെറുപ്പും ചടപ്പൊക്കെ തോന്നും ഒരാളെ. അതായത് അദ്ദേഹത്തിന്റെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് അദ്ദേഹത്തോട് അടുപ്പവും സ്നേഹവും നമുക്ക് തോന്നും. ഇങ്ങനെ ട്രൈറ്റുകളെ തരംതിരിച്ചിട്ടുണ്ട് റൈമൺ പിക്കാറ്റിൽ. അപ്പോൾ ടൈപ്പ് തിയറി കഴിഞ്ഞു. ട്രൈറ്റ് തിയറിയിൽ ഫസ്റ്റ് പോർഷൻ നമ്മൾ കഴിഞ്ഞു കേട്ടോ. ഇനി സെക്കൻഡ് 2 തിയറി കഴിഞ്ഞു. മൂന്നാമത് ഹാൻ ഐസെങ്കിന്റെ തിയറി. കുറച്ചുകൂടി മോഡേൺ ആണ്. 1990കളിലാണ് ഈ തിയറി വരുന്നത്. മറ്റേത് 1950 40കളിലൊക്കെ ആയിരുന്നു. 1990കളിൽ വന്ന ഒരു തിയറിയാണ് ഹാൻ ഐസെങ്കിന്റെ തിയറി. ഈ തിയറിയെ നമ്മൾ, അല്ലെങ്കിൽ ഈ മോഡലിനെ, ഈ പേഴ്സണാലിറ്റി തിയറിയെ നമുക്ക് പെൻ മോഡൽ എന്ന് പറയാം. പെൻ എന്ന് പറയുമ്പോൾ സൈക്കോട്ടിക് എന്നൊക്കെ അർത്ഥത്തിന് ഉപയോഗിക്കുന്നതാണ്. എന്ന് പറയുമ്പോൾ എക്സ്ട്രാവേർഷൻ, എന്ന് പറയുമ്പോൾ ന്യൂറോട്ടിസം. അപ്പോൾ ഹാൻ ഐസക്കിന്റെ തിയറിയിൽ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. ഈ പേജിൽ നിന്ന് നമുക്ക് മറ്റിലേക്ക് പോകാം. ഹാൻ ഐസക്ക് ഒരു ബയോളജിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളായിരുന്നു. അദ്ദേഹം പറഞ്ഞ പേഴ്സണാലിറ്റിയിലെ പ്രധാനമായ ഘടകം എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റ് അല്ല, മറിച്ച് ജന്മനാ കിട്ടുന്ന ജീനുകളാണ്. ജനറ്റിക്കലി ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന, ജനറ്റിക്കലി കൺട്രോൾ ചെയ്യപ്പെടുന്ന ഒരു സാധനമാണ് പേഴ്സണാലിറ്റി. അതല്ലാതെ എൻവയോൺമെന്റിൽ മോൾഡ് ചെയ്യപ്പെടുന്നതല്ല എന്ന് പറയുന്ന, എൻവയോൺമെന്റിൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ബയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു സൈക്കോളജിസ്റ്റ് ആണ് ഹാൻ ഐസക്ക്. ബ്രിട്ടീഷ് സൈക്കോളജിസ്റ്റ് ആണ് കേട്ടോ. ഇദ്ദേഹം ഈ പറയുന്ന വെച്ചാല് പേഴ്സണാലിറ്റി ഇങ്ങനെ ഒരു ഹൈറാർക്കിക്കൽ മോഡലിലാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത്
നമ്മൾ പലപ്പോഴും സിംഗിൾ റെസ്പോൺസ്, ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ഒരു കുട്ടിയാകട്ടെ, അല്ലെങ്കിൽ ഒരു സ്ത്രീ ആകട്ടെ, അല്ലെങ്കിൽ നമ്മളാകട്ടെ, ചില സാഹചര്യങ്ങൾ ഒരു രീതിയിലെ പെരുമാറും. അപ്പൊ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഒരു രീതിയിൽ പെരുമാറും. ആ സാഹചര്യങ്ങൾ ആവർത്തിച്ചു വരുമ്പോൾ ആ പെരുമാറ്റം നമ്മളിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ പെരുമാറുന്നു, സാഹചര്യങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ ആ പെരുമാറ്റം ഇങ്ങനെ ആവർത്തിച്ചു വരുന്നു, അങ്ങനെ അത് നമ്മുടെ ഹാബിറ്റ് ആകുന്നു. അപ്പോൾ സിംഗിൾ ഇൻസിഡന്റ്, പക്ഷെ സിംഗിൾ ഇൻസിഡൻസ് അതുപോലത്തെ പല പല ഇൻസിഡൻസുകൾ വന്ന് അത് നമ്മളിങ്ങനെ ആവർത്തിച്ച് ഇങ്ങനെ പെരുമാറി നമ്മുടെ ഹാബിറ്റ് ആകുന്നു. ഈ ഹാബിറ്റ് എന്ന സാധനം നമ്മളിൽ പ്രകടമായി കാണുന്ന ഒരു ട്രൈറ്റ് ആകുന്നു. നേരത്തെ നമ്മൾ പഠിച്ചു, പേഴ്സണാലിറ്റിയെ തീരുമാനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്രിക്ക് ആണെന്ന് പറഞ്ഞല്ലോ. ആ ട്രൈറ്റ് ഉണ്ടാവുന്നു. ഈ ട്രൈറ്റുകളുടെ അടിസ്ഥാനത്തിൽ ആളെ ടൈപ്പായി തിരിക്കുന്നു. അപ്പോൾ ഒരു പിരമിഡ് ഷേപ്പിലാണ് ഇദ്ദേഹത്തെ പേഴ്സണാലിറ്റി പറയുന്നത്. അപ്പോൾ സിംഗിൾ റെസ്പോൺസ്, ഏതൊരാളും ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും രീതിയിൽ പെരുമാറും. അങ്ങനെയുള്ള പല പല സാഹചര്യങ്ങളായാലും അതേമാതിരി ഇങ്ങനെ പെരുമാറും. അത് അദ്ദേഹത്തിന്റെ ഹാബിറ്റാണ്. ആ ഹാബിറ്റ് കൂടി അദ്ദേഹത്തിന്റെ ട്രൈറ്റ് ആകും. അദ്ദേഹത്തെ വേർതിരിച്ചറിയിക്കുന്ന, അദ്ദേഹത്തെ അദ്ദേഹമാക്കുന്ന ഒരു ട്രൈറ്റ് ആയിരിക്കും. അങ്ങനെ ട്രൈറ്റ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഇന്ന ടൈപ്പിൽ പെട്ടുപോകും. അപ്പൊ ട്രൈറ്റ് കം ടൈപ്പ് തിയറിയാണ് ഇദ്ദേഹത്തിന്റെ. ട്രൈറ്റ് ആണെന്ന് വെച്ചാൽ ആണ്, എന്നാൽ ടൈപ്പ് ആണെന്ന് വെച്ചാൽ ഈ ട്രൈറ്റിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന ടൈപ്പിൽ പെട്ട ആളാണെന്ന് പറയുന്നു. ഇതാണ് ഹാൻ ഐസക്കിന്റെ തിയറി. ഇപ്പം അപ്പോ ആദ്യം പറഞ്ഞു തന്ന ടൈപ്പ് തിയറിയെ പിന്നീട് വന്ന ആൾക്കാർ തള്ളിക്കളഞ്ഞു. പിന്നീട് ട്രൈപ്പ് തിയറി വന്നു. ഈ ട്രൈറ്റ് തിയറി തന്നെ 2-3 ഇങ്ങനെ വന്നിട്ട് 1990-കളിൽ ഹാൻ ഐസങ്കർ പുതിയ തിയറി കൊണ്ടുവന്നു. അതാണ് ട്രൈറ്റ് കം ടൈപ്പ് തിയറി. ഇദ്ദേഹം എന്ന് വെച്ചാൽ ട്രൈറ്റിന് പ്രാധാന്യം കൊടുക്കുന്നു. അതായത് ജന്മന ബയോളജിക്കലി ഉള്ള സാധനമാണ്, എൻവയോൺമെന്റ് അല്ല തീരുമാനിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഒരു വ്യക്തിയിൽ സിംഗിൾ ഇൻസിഡൻസിന് സിംഗിൾ റെസ്പോൺസുകൾ ഉണ്ടാവും. ഉദാഹരണം, ദേഷ്യം പിടിക്കേണ്ടതും അല്ലെങ്കിൽ ദേഷ്യം പിടിക്കാതിരിക്കുന്ന രംഗങ്ങളുണ്ടാവും. പക്ഷെ ആൾ ദേഷ്യം പിടിക്കുന്നു. തൊട്ടതിനൊക്കെ ദേഷ്യം പിടിക്കുന്ന ഒരു സ്വഭാവമാണെങ്കിൽ പല പല രംഗങ്ങൾ അങ്ങനെ ദേഷ്യം പിടിച്ച് അദ്ദേഹത്തിന്റെ ഹാബിറ്റ് എന്തായിരിക്കും, മുക്കത്തെ ശുണ്ടി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ഹാബിറ്റ് ആകും. പിന്നെ അത് അദ്ദേഹത്തെ മറ്റുള്ളതും വേർതിരിക്കുന്ന അദ്ദേഹത്തിന്റെ ട്രൈറ്റ് ആയി തീരും. പിന്നെ അയാളൊരു ഭയങ്കര മുഖത്ത് ശുണ്ടിയുള്ള ഒരു കോപമുള്ള ഒരു വ്യക്തിയാണ്. ആ ടൈപ്പിലേക്ക് ഒന്ന് മാറ്റും. അപ്പോൾ ഇൻസിഡന്റുകൾ ആവർത്തിച്ചത് ഹാബിറ്റ് ആകുന്നു. ഹാബിറ്റുകളുടെ ട്രൈറ്റ് എന്താകുന്നു. ട്രൈറ്റ് പ്രകടമായി അദ്ദേഹം ഇന്ന ടൈപ്പിൽ പെടുന്നു എന്ന് പറയുന്ന ഒരു തിയറിയാണ്. ആ ടൈപ്പിനെയാണ് സൂപ്പർ ഫാക്ടേഴ്സ് എന്ന് അദ്ദേഹം വിളിക്കുന്നത്, ഈ തിയറി. അതുപോലെ ഒരു പിരമിഡ് രൂപത്തിൽ ഹെറാർക്കിക്കൽ മോഡലാണ് ഇദ്ദേഹം 3 ഡയമെൻഷനിലൂടെയാണ് പേഴ്സണാലിറ്റിയെ കാണുന്നത് ഹാൻ ഐസങ്ക്. ഒന്നെങ്കിൽ സൈക്കോട്ടിക് ആയിരിക്കും, അല്ലെങ്കിൽ ഇമ്പൾസ് കൺട്രോൾ ഉള്ള ആളായിരിക്കും, അല്ലെങ്കിൽ രണ്ടാമത്തത് എക്സ്ട്രാവേർഷൻ അല്ലെങ്കിൽ ഇൻട്രോവേർഷൻ, അല്ലെങ്കിൽ ന്യൂറോട്ടിസം സ്റ്റെബിലിറ്റി. അപ്പൊ നമുക്ക് ഓരോന്നോരോന്ന് വേർതിരിക്കുക. അടുത്ത സ്ലൈഡിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. പെൻ മോഡൽ എന്ന് പറഞ്ഞല്ലോ. പെൻ എന്ന് പറയുമ്പോൾ സൈക്കോട്ടിക് എന്ന് പറയുന്ന അതിലെ പി, സൈക്കോട്ടിസം. അതിന്റെ ഓപ്പോസിറ്റ് ഇമ്പൾസ് കൺട്രോൾ. സൈക്കോട്ടിസം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര അഗ്രസീവ്നെസ്സോടുകൂടെ, അല്ലെങ്കിൽ വ്യക്തികളോടൊക്കെ ഒരു ഹോസ്റ്റിലിറ്റി കാണുന്ന രീതിയിൽ പെരുമാറുന്ന അഗ്രസീവ് സ്വഭാവമാണ്. അത് വികാരങ്ങളെ അല്ലെങ്കിൽ അത് നിയന്ത്രിക്കാൻ കഴിയാതെ അഗ്രസീവിറ്റി കാണിക്കുന്ന ഒരു തരമാണ് സൈക്കോട്ടിസം. എന്നാൽ അങ്ങനെയൊന്നുമില്ല, ഇമ്പൾസ് കൺട്രോൾ ആണ്. അങ്ങനെ പെട്ടെന്ന് പ്രക്ഷുബ്ധതയൊന്നും ഉണ്ടാവില്ല, പൊട്ടിത്തെറിക്കൊന്നുമില്ല, കൺട്രോൾഡ് ആണ്. അതാണ് ഒന്നാമത്. രണ്ടാമത്തെ എക്സ്ട്രാവേർഷൻ, ഇൻട്രോവേർഷൻ. എക്സ്ട്രാവേർഷൻ എന്ന് പറഞ്ഞാൽ ആള് സോഷ്യബിൾ ആണ്, എക്സൈറ്റ്മെന്റ് സീക്കിംഗ് ആണ്, ആ ഒരു രീതിയിൽ. അല്ലെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ്, അങ്ങനെ ഒരു സോഷ്യബിലിറ്റി ഇല്ല, എക്സ്ട്രാവേർഷൻ ഇല്ല. അദ്ദേഹം എന്താണ്, ഒരു എക്സൈറ്റ്മെന്റും അദ്ദേഹം ആവശ്യപ്പെടുന്നില്ല, ഉള്ളത് ഒരു ഇങ്ങനെ പോകുന്നു. മൂന്നാമത്തെ ന്യൂറോട്ടിസം, സ്റ്റെബിലിറ്റി. ഇമോഷണലി സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഒരാള് അല്ലെങ്കിൽ ഉള്ള ഒരാള്. ഇങ്ങനെ പേഴ്സണാലിറ്റി അളക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു പ്രധാനമായിട്ട് 3 ആംഗിൾ, 3 ഡയമെൻഷനെ നമ്മൾ നോക്കേണ്ടത്. ആള് സൈക്കോട്ടിക് ആണോ, അതല്ല ഇമ്പൾസ് കൺട്രോൾ ഉണ്ടോ, അല്ലെങ്കിൽ ആള് എക്സ്ട്രോവേർട്ട് ആണോ, അതല്ല ഇൻട്രോവേർട്ട് ആണോ, അതല്ല ന്യൂറോട്ടിക് ആണോ, സ്റ്റെബിലിറ്റി ഉണ്ടോ. ഈ 3 രീതിയിലൂടെ പേഴ്സണാലിറ്റി മനസ്സിലാക്കാം. ഇങ്ങനെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടൂൾ അദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ ടൂളിന്റെ പേരാണ് ഐസങ്ക് പേഴ്സണാലിറ്റി ക്വസ്റ്റനെയർ. നമുക്ക് പഠിക്കാം പേഴ്സണാലിറ്റി മനസ്സിലാക്കാനുള്ള അസസ്മെന്റിന്റെ ടൂളുകൾ. ബാറ്ററി എന്ന് പഠിക്കും, ഇൻവെന്ററി പഠിക്കും, ക്വസ്റ്റനെയർ എന്നത് അത് നമ്മൾ പഠിക്കാതിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഡെവലപ്പ് ചെയ്ത, അപ്പോൾ ഈ പറഞ്ഞ ആള് സൈക്കോട്ടിക് ആണോ, ഇമ്പൾസീവ് കൺട്രോൾ ആളാണോ, എക്സ്ട്രാവേർഷൻ ആണോ, ഇൻട്രാവേർഷൻ ആണോ, ന്യൂറോട്ടിക് ആണോ, സ്റ്റെബിലിറ്റി ആണോ, എങ്ങനെയുള്ള ആളാണെന്ന് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഈ പറഞ്ഞ ഐസങ്ക് പേഴ്സണാലിറ്റി ക്വസ്റ്റനെയർ എന്ന് പറഞ്ഞത്. ഈ ക്വസ്റ്റനെയർ ഉപയോഗിച്ച് അതിന്റെ റിസൾട്ട് കിട്ടുമ്പോൾ ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാറ്റഗറിയിലേക്ക് ആളെ തിരിക്കും. ഇങ്ങനെ ഒരു തിയറി ഡെവലപ്പ് ചെയ്തു. ഇതിന്റെ പേരാണ് പെൻ മോഡൽ എന്ന് പറയുന്ന തിയറി.
നേരത്തെ പറഞ്ഞ അതേ സാധനം തന്നെ അദ്ദേഹത്തിന്റെ തിയറിയിൽ വരുന്ന മറ്റൊരു കോൺസെപ്റ്റ് ആണ് ഇൻഹിബിറ്ററി ആൻഡ് അറൗസൽ തിയറി. ഹാൻ ഐസങ്ങിന്റെ തിയറിയിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു ഭാഗമാണ് ഇൻഹിബിറ്ററി അറൗസൽ. ഇൻഹിബിറ്ററി എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ടോ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ? കണ്ടിന്യൂ ചെയ്യില്ലേ? കണ്ടിന്യൂ ചെയ്യില്ല? ഓക്കെ, ഫൈൻ. ഇദ്ദേഹം പറഞ്ഞു വെച്ചാൽ ഇൻഹിബിറ്ററി എന്ന് പറഞ്ഞാൽ വ്യക്തികൾക്കിടയിലുള്ള ഡിഫറൻസസ് ഉണ്ടാകുന്നത് ഇൻഹിബിറ്ററി അല്ലെങ്കിൽ എക്സൈറ്ററി പ്രോസസ് ഇൻ ദ നെർവസ് സിസ്റ്റം. നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ഇൻഹിബിറ്ററി പ്രോസസ്സിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ എക്സൈറ്ററി പ്രോസസ്സിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് ഓരോ വ്യക്തിക്കും ചില സാഹചര്യങ്ങൾ, ചില സന്ദർഭങ്ങൾ വരുമ്പോൾ അത് അദ്ദേഹത്തെ അങ്ങനെ പെരുമാറാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ പ്രക്ഷുബ്ധമാകാൻ സഹായിക്കുന്ന ചില ഘടകങ്ങൾ ഉണ്ടാകും. ഉദാഹരണം അടുത്തിലേക്ക് മനസ്സിലാക്കാം. ഇൻഹിബിറ്റ് ചെയ്യും, ആ രീതിയിൽ പെരുമാറാൻ അദ്ദേഹത്തെ ഒരു സാഹചര്യം വരുമ്പോൾ അതിനെ പ്രതികരിക്കാതിരിക്കാൻ അദ്ദേഹത്തെ ഉള്ളിൽ തടഞ്ഞു നിർത്തുന്ന ചില ഘടകങ്ങളുണ്ട്. അതാണ് ഇൻഹിബിഷൻ. ചില ആൾക്കാരുള്ളതായിരിക്കും. എന്നാൽ മറ്റു ചില ആൾക്കാരിൽ അങ്ങനെ ഒരു സാധനവും അദ്ദേഹത്തെ തടഞ്ഞു നിർത്തില്ല. ചെറിയൊരു വരുമ്പോഴേക്ക് തന്നെ അദ്ദേഹം ആകെ കയ്യിൽ നിന്ന് വിട്ടു. നമുക്കറിയാലോ, ഉദാഹരണം പെട്രോള്, ഇവിടെ ഒരല്പം പെട്രോൾ അല്ലെങ്കിൽ ഗ്യാസ് ഉണ്ടെന്ന് വിചാരിക്കുക. എൻ്റെ റൂമിൽ അടുക്കളയിൽ ഗ്യാസ് ലീക്ക് ഉണ്ട്. ഞാനിവിടെ ഒരു ചെറിയ തീപ്പെട്ടിക്കുള്ളി വരുത്തിയാൽ മതിയാവും, ചെറിയൊരു സാധനം മതിയാവും അവിടെ ആളിക്കത്താൻ, അല്ലേ? എന്നാൽ അവിടെ ഒരു വിറകുണ്ട്, ആ വിറകുണ്ട് എന്ന് എഴുതിയിട്ട് ഇവിടെ തീപ്പെട്ടിക്കുള്ളി വരുത്തിയാൽ അവിടെ കത്തിക്കോളണമെന്നില്ല. അപ്പൊ അടുത്ത് ഗ്യാസിന്റെ ലീക്ക് ഉണ്ട് എങ്കിൽ ചെറിയൊരു സ്പാർക്ക് മതി കത്തി. അതെന്താണ്? അവരെ ഇൻഹിബിഷൻ കുറവാണ്, മറിച്ച് അവരെ എക്സൈറ്ററിയാണ്. അപ്പൊ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ അദ്ദേഹത്തെ പൊട്ടിത്തെറിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ എക്സ്പ്ലോഡ് ആകാൻ സഹായിക്കുന്ന ചില സാധനങ്ങൾ അറൗസൽ. അതാണ് രണ്ടാമത്തെ. അപ്പോൾ ഇൻഹിബിറ്റ് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ നെർവസ് സിസ്റ്റത്തിൽ അദ്ദേഹത്തെ ഇങ്ങനെ എന്താ പറയാ എക്സ്ട്രാവേർഷൻ ആകാൻ അല്ലെങ്കിൽ ഇൻട്രാവേർഷൻ ആകാൻ തടുത്തു നിർത്തുന്ന ചില സാധനങ്ങളുണ്ട്. അതാണ് ഇൻഹിബിറ്ററി. അങ്ങനെ ഇൻഹിബിറ്ററി കൂടുതലാകുന്ന സമയത്ത് അവർ ഇൻട്രാവേർഷൻ ആയിരിക്കും. അതല്ല അറൗസൽ സാധനമാണെങ്കിൽ അവർ എക്സ്ട്രാവേർഷൻ ആയിരിക്കും എന്ന് പറയുന്ന ഒരു തിയറിയാണ് ഇതിൽ കാണുന്നത്. എൻ്റെ രണ്ടാമത്തെ ഒരു ഭാഗമാണ് അറൗസൽ തിയറി. അറൗസൽ തിയറിയിൽ അദ്ദേഹം പറഞ്ഞു വെച്ചാൽ ആദ്യം ഇൻഹിബിറ്ററി തിയറി കൊണ്ടുവന്നു, അതിനെ നെഗേറ്റ് ചെയ്ത് അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അറൗസൽ തിയറി കൊണ്ടുവരുന്നത്. അദ്ദേഹം പറഞ്ഞു വെച്ചാല് പേഴ്സണാലിറ്റിയിലെ വ്യത്യാസങ്ങൾക്ക് അനുസരിച്ച് ബ്രെയിനിലെ അറൗസൽ ലെവൽ അനുസരിച്ച് നമ്മളെ പേഴ്സണാലിറ്റി മാറിക്കൊണ്ടിരിക്കും. അതേ ബ്രെയിനിലെ അറൗസൽ എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ ബയോളജിയിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉദാഹരണം ഇൻട്രോവേർട്ട് ആയ ആൾക്കാർ, അവരുടെ കോർട്ടിക്കൽ അറൗസൽ കുറച്ച് കൂടുതലായിരിക്കും. ആൾക്കാർ ചെറിയൊരു ഇത് വരുന്ന സമയത്തേക്ക് തന്നെ അവരെന്താവും, അത് വലിയ സീരിയസ് ആയിട്ട് എടുക്കും. ആ സീരിയസ് ആയിട്ട് എടുത്തതിന്റെ മേലെ അവർ പ്രതികരിക്കും. അങ്ങനെ പ്രതികരിക്കുന്ന ഒരു ഇതായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ എന്താവും, ഇൻട്രോവേർട്ടർ ആയിരിക്കും. ചെറിയ കാര്യങ്ങളിലേക്കൊന്നും അവർ ഇടപഴകാതെ അങ്ങനെ നിൽക്കും. മറ്റേ എക്സ്ട്രാവേർട്ടുകളാണെങ്കിൽ അവർക്ക് ചെറുതൊന്നും കിട്ടിയാൽ പോരാ, അവർക്ക് കുറച്ചുകൂടി കൂടുതൽ കിട്ടേണ്ടി വരും. അതുകൊണ്ട് തന്നെ അവരൊരു എക്സൈറ്റ്മെന്റ് കിട്ടാൻ വേണ്ടി ആൾക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിറക് കഷ്ണമാണ് അല്ലെങ്കിൽ ഒരു എന്താ പറയാ നനഞ്ഞു കിടക്കുന്ന ഒരു സാധനമാണെങ്കിൽ അത് കത്തണമെങ്കിൽ കുറേ നേരം നമ്മൾ ഇഗ്നീഷൻ ചെയ്യേണ്ടി വരും, അല്ലേ? പക്ഷെ അതേസമയം പെട്രോളോ ഡീസലോ അല്ലെങ്കിൽ മണ്ണെണ്ണയൊക്കെ ആണെങ്കിൽ അങ്ങനെ കൂടുതൽ നേരം കാത്തിരിക്കേണ്ട, പെട്ടെന്ന് തന്നെ അവർ ഇഗ്നേറ്റഡ് ആകും, ഫ്ലെയിം വരും, ഫയർ വരും. ഇതേ രൂപത്തിലാണ് നമ്മുടെ കോർട്ടിക്കൽ അറൗസൽ കിടക്കുന്നത്, അറാസ് സിസ്റ്റം എന്നൊക്കെ പറയും. അപ്പോൾ ആള് ഇൻട്രോവേർട്ട് ആകാനുള്ള കാരണം ചെറിയൊരു വിഷയം വരുമ്പോഴേക്ക് അദ്ദേഹം എക്സൈറ്റഡ് ആകും. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്യും, ഇങ്ങനെ വിഷയം വരാതിരിക്കാൻ ആൾക്കാരുമായിട്ട് ഇങ്ങനെ ഇടപഴകൊന്നുമില്ല, ഒന്ന് ഉള്ളോട്ട്. ബയോളജിക്കലി ഇങ്ങനെ ഇൻട്രോവേർട്ടായ ആൾക്കാർ ചെറിയൊരു വിഷയം വരുമ്പോഴേക്കും ദേഷ്യം പിടിക്കാൻ സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ സെൻസിറ്റീവ് ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സോഷ്യബിലിറ്റി കുറഞ്ഞിട്ട് അവർ ഇൻട്രോവേർട്ടഡ് ആയിരിക്കും. നേരെ മറ്റുള്ളവര് അവർക്ക് ചെറുതൊന്നും കിട്ടിയാൽ പോരാ, കുറച്ച് കൂടുതൽ വേണ്ടി വരും. അവർക്ക് ഒരു എനർജി കിട്ടണമെങ്കിൽ, എക്സൈറ്റ്മെന്റ് കിട്ടണമെങ്കിൽ കൂടുതൽ ഇന്ററാക്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും, അവർ സോഷ്യബിൾ ആയിരിക്കും, ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലും. ഉദാഹരണം ജോലി സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇൻട്രോവേർട്ടർ ആണെങ്കിൽ അവർ ആൾക്കാരുടെ ഇടപഴകില്ല. കാരണം എന്താ, അവർ ഓൾറെഡി എക്സൈറ്റഡ് ആണ്, ഇനി അവർക്ക് കൂടുതൽ എക്സൈറ്റ്മെന്റ് ആവശ്യമില്ല. മറ്റവരോ അവർ എക്സൈറ്റഡ് അല്ല, അവരത്ര ഇതില്ല, സാറ്റിസ്ഫൈഡ് അല്ല. അപ്പോൾ ഇത് ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. അപ്പോൾ സോഷ്യബിലിറ്റി കൂടുതൽ ആകാൻ കാരണം ഇവർ എക്സ്ട്രാവേർട്ട് ആണ്, കാരണം ഇവരിൽ അറൗസൽ കുറവാണ്. അതാണ് അറൗസൽ തിയറി. ഐസങ്ക് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്നും കൂടി എന്ത് നമുക്ക് ഒന്ന് കൺസൈസ് ചെയ്ത് പറയാം.
നേരത്തെ പറഞ്ഞ സാധനത്തെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. എക്സ്ട്രാവേർട്ട്, ഇൻട്രോവേർട്ട്, ന്യൂറോട്ടിക് അല്ലേ? എക്സ്ട്രാവേർട്ട് എന്ന് പറഞ്ഞാൽ അവർ ശരിക്കും ഒരു എംപ്റ്റി കപ്പ് മാതിരിയാണ്. എംപ്റ്റി കപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ കപ്പ് എടുത്തു, അതിൽ വെള്ളമൊന്നുമില്ല, അഥവാ അവരിൽ അറൗസൽ കുറവാണ്. അതിലേക്ക് കൂടുതൽ വെള്ളം ചേർക്കുമ്പോഴേ അവരെന്താവുന്നുള്ളൂ, ഫുള്ളായി തോന്നുന്നുള്ളൂ. നേരത്തെ മണ്ണെണ്ണയുടെ പെട്രോളിന്റെ കാര്യം പറഞ്ഞാൽ, ഇപ്പൊ എംപ്റ്റി കപ്പിൽ കൂടുതൽ വെള്ളം ചേർക്കുമ്പോഴാണ് അവരെന്താകുന്നത്, എക്സൈറ്റഡ് ആകുന്നത്, അല്ലെങ്കിൽ ആ കപ്പ് നിറയുന്നത്. ഇതേ പ്രകാരം തന്നെ ആൾക്കാരിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ, ആൾക്കാരുമായി ഇടപഴകുമ്പോഴാണ് അവർക്ക് എക്സൈറ്റ്മെന്റ് കിട്ടുന്നത്. അതുകൊണ്ട് അവർ ഇറങ്ങി ചെല്ലുന്നു, ഇന്ററാക്ഷൻ ചെയ്യുന്നു, സോഷ്യബിലിറ്റി ഉണ്ടാവും. ഇൻട്രോവേർട്ടിന്റെ കേസ് പറയുകയാണെങ്കിൽ പാത്രം ഓൾറെഡി നിറഞ്ഞിട്ടാണ്, അവരെ കപ്പ് ഓൾറെഡി നിറഞ്ഞിരിക്കുകയാണ്. നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ അവർ ഓൾറെഡി എക്സൈറ്റഡ് ആണ്. അതുകൊണ്ട് പിന്നെ അതിലേക്ക് പാരേണ്ട ആവശ്യമില്ല, പാരാതെ തന്നെ അവർ. അതുകൊണ്ടാണ് ഈവൻ സ്മോൾ സ്പ്ലാഷ്, ചെറിയൊരു തുള്ളി വീണാൽ തന്നെ എന്താവും, അവർ ഓവർഫ്ലോ. അപ്പോൾ ഇൻട്രോവേർട്ടുകൾ എന്ന് പറഞ്ഞാൽ ഓൾറെഡി അവരെന്താണ്, അറൗസ്ഡ് ആണ്, അവർ ഓൾറെഡി ഫിൽഡ് ആണ്. അതുകൊണ്ട് അതിലേക്ക് കൂടുതൽ ആഡ് ചെയ്യേണ്ടതില്ല, ആഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവർ ഇൻട്രോവേർട്ട് ആകുന്നു. മറ്റവർ എംപ്റ്റി കപ്പാണ്, അതിലേക്ക് കൂടുതൽ പാരുമ്പോഴേ ഫുൾ ആകുന്നുള്ളൂ, സംതൃപ്തമാകുന്നുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവർ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലും. എന്നാൽ ന്യൂറോട്ടിക്സ് എന്ന് പറയുമ്പോൾ ഹാവ് എ വെരി സെൻസിറ്റീവ് അലാറം സിസ്റ്റം. അവരിൽ ലിംബിക് സിസ്റ്റം കുറച്ച് കൂടുതൽ സെൻസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർ ചെറിയൊരു വിഷയം വരുമ്പോഴേക്ക് ട്രിഗേർഡ് ആവും. ന്യൂറോട്ടിക് ആയ ആൾക്കാർ ചെറിയൊരു പ്രശ്നം വരുമ്പോൾ കരയും, ചെറിയൊരു പ്രശ്നം വരുമ്പോൾ ഭയങ്കര ചിരിക്കും, ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്ക് തെറ്റാം, അല്ലെങ്കിൽ കമ്പനിയാകാം. ഇത് അപ്പോൾ ഇങ്ങനെ 3 തരത്തിലുള്ള പേഴ്സണാലിറ്റി കാണാൻ സാധിക്കും. ഐസങ്കിന്റെ കാഴ്ചപ്പാടിൽ പേഴ്സണാലിറ്റി 3 ഡയമെൻഷനിലാണ് പോകുന്നത്. 1 സൈക്കോട്ടിക്, 2 എക്സ്ട്രാവേർഷൻ, 3 ന്യൂറോട്ടിസം. സൈക്കോട്ടിസം എന്ന് പറഞ്ഞാൽ അഗ്രസീവ്നെസ്സും ഇന്റർപേഴ്സണൽ ഹോസ്റ്റിലിറ്റി ഒക്കെ ഉള്ള ഭയങ്കര ഒരു വിഭാഗം. എക്സ്ട്രാവേർഷൻ എന്ന് പറയുമ്പോൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാലേ ഒരു സംതൃപ്തി കിട്ടുള്ളൂ, എണ്ണെങ്കിൽ ചെന്നാലേ ഒരു മീനിങ് കിട്ടുള്ളൂ എന്ന് പറയുന്ന അത്രയും വിഭാഗം. ന്യൂറോട്ടിസം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ വിഷയങ്ങൾ വരുമ്പോഴേക്ക് സെൻസിറ്റീവ് ആവുന്ന വിഭാഗം. ഇങ്ങനെ 3 തരത്തിലുള്ള പേഴ്സണാലിറ്റി ഉണ്ട് എന്ന് പറയുന്ന ഒരു തിയറിയാണ് പെൻ മോഡൽ എന്ന് പറഞ്ഞ ടൈപ്പ് കം ട്രൈറ്റ് തിയറി എന്ന ഐസങ്കിന്റെ തിയറിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി JP ഗിൽഫോർഡിന്റെ ട്രൈറ്റ് മോഡാലിറ്റീസ്. അപ്പോൾ ടൈപ്പ് പഠിച്ചു, ട്രൈറ്റിൽ നമ്മൾ 3 പഠിച്ചു, 4ാമത്തത് JP ഗിൽഫോർഡ്. JP ഗിൽഫോർഡ് എന്ന് പറഞ്ഞാൽ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ പോലല്ലേ മുസദ്ദിഖ് സാറേ, കണ്ടിന്യൂ ചെയ്തൂടെ? 2 സ്ലൈഡ് കണ്ടിന്യൂ ചെയ്യല്ലേ? ഓക്കെ ഫൈൻ. JP ഗിൽഫോർഡിന്റെ തിയറി അദ്ദേഹം പറഞ്ഞാല് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ട്രൈറ്റുകളുടെ ഒരു പാറ്റേൺ ആണ്, ട്രൈറ്റുകളുടെ ഒരു കൂട്ടമാണ്. ഈ ട്രൈറ്റുകൾ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റിങ്വിഷബിൾ ആണ്, റിലേറ്റീവ്ലി എൻഡ്യൂറിംഗ് ആണ്. മാത്രമല്ല ഓരോ പേഴ്സണെയും മറ്റു പേഴ്സണിൽ വേർതിരിക്കുന്നു. നേരത്തെ നമ്മൾ പഠിച്ച ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഫാക്ടർ അനാലിസിസ് എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക റിസർച്ച് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ തിയറി ഡെവലപ്പ് ചെയ്തത്. അദ്ദേഹം പറയുന്നു പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ 7 മോഡാലിറ്റീസ്, 7 രൂപങ്ങൾ. ഉദാഹരണം നമ്മളിപ്പോൾ ഒരു നേരത്തെ പറഞ്ഞ ഒരു ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ വ്യത്യസ്തമായ വശങ്ങൾ ഉണ്ടായിരിക്കും. അതൊരു ഏത് സാധനം എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വശങ്ങൾ കാണാൻ സാധിക്കും. ഉദാഹരണം ഒരു പെട്ടി എടുത്തു കഴിഞ്ഞാൽ ഇടത് വലത് അങ്ങനെ അടിഭാഗം താഴ്ഭാഗം, അതേപോലെ പേഴ്സണാലിറ്റിക്ക് ഒരു 7 വശങ്ങളുണ്ട്. ഈ 7 വശങ്ങൾ ചേർന്നിട്ടുള്ള ഇന്റഗ്രേറ്റഡ് രൂപമാണ് പേഴ്സണാലിറ്റി എന്ന് അദ്ദേഹം പറയുന്നത്. അതാണ് 7 മോഡാലിറ്റി ടൈപ്പ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ 1ാമത്തത് മോർഫോളജിക്കൽ, 2ാമത്തത് ഫിസിയോളജിക്കൽ, 3 നീഡ്സ്, ഇൻട്രസ്റ്റ്, ആറ്റിറ്റ്യൂഡ്, ആപ്റ്റിറ്റ്യൂഡ്, ടെമ്പറാമെന്റ്സ്. ഈ 7 ആസ്പെക്റ്റുകളും ഈ 7 വശങ്ങളും ചേർന്നതാണ് പേഴ്സണാലിറ്റി. അപ്പോൾ ഏതെങ്കിലും ഒന്നല്ല, മറിച്ച് ഇത് 7ന്റെ രീതിയിൽ ചേർന്ന്. ഇപ്പോൾ മോർഫോളജിക്കൽ ആസ്പെക്ട് ഉണ്ട്, ഫിസിയോളജിക്കൽ ആസ്പെക്ട് ഉണ്ട്, നീഡ്സ് എന്ന് പറഞ്ഞ ആസ്പെക്ട് ഉണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്, ആറ്റിറ്റ്യൂഡ് ഉണ്ട്, ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, ടെമ്പറാമെന്റ് ഉണ്ട്. ഈ 7 ആസ്പെക്റ്റുകളും ചേർന്നുണ്ടാകുന്നതാണ് ഒരാളുടെ പേഴ്സണാലിറ്റി. അപ്പൊ ഈ ട്രൈറ്റുകൾ 7 തരത്തിലുള്ള ട്രൈറ്റുകൾ, 7 ആസ്പെക്റ്റിലുള്ള 7 രീതിയിലുള്ള ട്രൈറ്റുകൾ ചേർന്നാണ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. ഇതിൽ ആപ്റ്റിറ്റ്യൂഡിനെ അദ്ദേഹം വീണ്ടും ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ആപ്റ്റിറ്റ്യൂഡ് പറയുമ്പോൾ ജന്മനാ നമുക്ക് കിട്ടുന്ന ചില സ്കില്ലുകളാണ്. ഈ ആപ്റ്റിറ്റ്യൂഡ് പെർസെപ്ഷൻ ആപ്റ്റിറ്റ്യൂഡ്, സൈക്കോമോട്ടർ ആപ്റ്റിറ്റ്യൂഡ്, ഇന്റലിജൻസ് എന്ന് പറഞ്ഞ 3ആയി തിരിക്കാം. പെർസെപ്ഷൻ നമ്മൾ കാണാനുള്ള കഴിവ്, സൈക്കോമോട്ടർ എന്ന സ്കില്ല് ശരീരത്തിനുണ്ട്, ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ ജന്മന കിട്ടുന്ന നമുക്ക്
പ്രശ്നപരിഹാരത്തിലുള്ള കഴിവ്. ഇങ്ങനെ ടെമ്പറാമെന്റിനെ അളക്കാൻ ഈ 7 ആസ്പെക്ട് 7 തരത്തിലുള്ള ട്രൈറ്റ് പറഞ്ഞല്ലോ. ഒന്ന് മോർഫോളജിക്കൽ, ഫിസിയോളജിക്കൽ, നീഡ്സ്, ഇൻട്രസ്റ്റ്, ആറ്റിറ്റ്യൂഡ്, ആപ്റ്റിറ്റ്യൂഡ്. ആപ്റ്റിറ്റ്യൂഡിനെ വീണ്ടും തിരിച്ചു പെർസെപ്ഷൻ ആപ്റ്റിറ്റ്യൂഡ്, സൈക്കോമോട്ടർ ആപ്റ്റിറ്റ്യൂഡ്, ഇന്റലിജൻസ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് വന്നിട്ട്. ഇനി ഈ ടെമ്പറാമെന്റ് എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റിനോട് നമ്മൾ ഇടപഴകുന്ന രീതിയാണ്. ആ അളക്കാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്ന ഈ തിയറി അനുസരിച്ച് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഈ ഗിൽഫോർഡ് സിമ്മർമാൻ ടെമ്പറാമെന്റ് സർവേ എന്നുള്ളത്. മെറ്റീരിയൽ വിശദമായി കൊടുത്തിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഒരാളുടെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ അത് മോർഫോളജി മാത്രമല്ല, ഫിസിയോളജി മാത്രമല്ല, നേഴ്സ് മാത്രമല്ല, ഇൻട്രസ്റ്റ് മാത്രമല്ല, മറിച്ച് ഈ 7ഉം ചേർന്നതാണ്. നമ്മളിപ്പോ സാമ്പാർ എന്ന് പറയുമ്പോൾ അതിൽ പല ഘടകങ്ങളുണ്ട്. അത് പ്രത്യേക രീതിയിൽ കൂട്ടിക്കടിപ്പിച്ച് ഇങ്ങനെ വരുമ്പോഴാണ് സാമ്പാർ എന്ന് പറയുന്നത്. ഇതേ രൂപത്തിൽ മോർഫോളജിക്കൽ ആസ്പെക്റ്റും ഫിസിയോളജിക്കൽ ആസ്പെക്റ്റും നേഴ്സ്, ഇൻട്രസ്റ്റ്, ആറ്റിറ്റ്യൂഡ്, ആപ്റ്റിറ്റ്യൂഡ്, ടെമ്പറാമെന്റ് ഇതെല്ലാം ചേരണം. ഈ ആപ്റ്റിറ്റ്യൂഡ് 3 തരത്തിലുണ്ട്. ടെമ്പറാമെന്റും കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ടൂളിന്റെ പേരാണ് ഗിൽഫോർഡ് സിമ്മർമാൻ ടെമ്പറാമെന്റ് സർവേ എന്നുള്ളത്. അപ്പോൾ ഇതിന്റെ 7ന്റെയും പ്രത്യേക രീതിയിലുള്ള ഒരു കോമ്പിനേഷൻ ആണ് 7 ആസ്പെക്റ്റിലൂടെയുള്ള 7 ഡയമെൻഷനുള്ള ട്രൈറ്റുകൾ ചേർന്നാണ് പേഴ്സണാലിറ്റി ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ പേഴ്സണാലിറ്റിക്ക് അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്നൊരു തിയറിയാണ് JP ഗിൽഫോർഡ് കൊണ്ടുവന്നത്. ഇതൊക്കെ ട്രൈറ്റ് തിയറിയാണ്. ഇതിനൊക്കെ ശേഷം വന്ന മോഡേൺ ഇപ്പോൾ കുറച്ച് സ്വീകാര്യതയുള്ള സയന്റിഫിക്കലി കുറച്ചൊക്കെ പ്രൂവൺ ചെയ്യുന്ന കുറച്ച് റിലയബിലിറ്റിയും വാലിഡിറ്റിയും ഉള്ള ഒരു തിയറിയാണ്. ഈ റിലയബിലിറ്റി വാലിഡിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾ റിസർച്ച് പേപ്പറിൽ പഠിക്കും, MPC 5 പഠിക്കും. അപ്പൊ അങ്ങനെ കുറച്ചുകൂടി സയന്റിഫിക്കലി റിലയബിലിറ്റി ഉള്ള മോഡേൺ തിയറിയാണ് 5 ഫാക്ടർ മോഡൽ, FFM എന്ന് പറയുന്ന, അല്ലെങ്കിൽ ബിഗ് 5 എന്ന് പറയുന്ന തിയറി. ബിഗ് 5 എന്ന് പറയുന്ന തിയറി, അല്ലെങ്കിൽ FFM എന്ന് പറയുന്ന തിയറി, അല്ലെങ്കിൽ ഓഷ്യൻ മോഡൽ എന്ന് പറയും. ഓഷ്യൻ മോഡൽ എന്ന് പറയുമ്പോൾ അതിന്റെ ചുരുക്കി കൊടുത്താണ് കേട്ടോ, മോഡേൺ തിയറിയാണ്. ഓഷ്യൻ മോഡൽ അല്ലെങ്കിൽ 5 ബോർഡ് ഡയമെൻഷൻ എന്നൊക്കെ ഇതിനെ നമുക്ക് മനസ്സിലാക്കാം. ഓഷ്യൻ എന്ന് പറയുമ്പോൾ ഒരു അക്ഷരങ്ങൾ എടുത്തു, OCEAN, ഓപ്പൺനെസ് O, കൺസെന്റൈനസ് C, എക്സ്ട്രാവേർഷൻ E, അടുത്തത് അഗ്രിയബിൾനെസ്, പിന്നെ ന്യൂറോട്ടിസം. ഇതാണ് 5 കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ വ്യക്തികളാക്കുന്ന പേഴ്സണാലിറ്റി മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന 5 ആസ്പെക്റ്റുകൾ. ആള് ഓപ്പൺനെസ് ഉണ്ടോ ഇല്ലേ, പുതിയ കാര്യങ്ങൾ എക്സ്പയർ ചെയ്യാന്, എക്സ്പീരിയൻസ് ചെയ്യാന് ഓപ്പൺനെസ് ഉണ്ടോ, അതല്ല ക്ലോസ്ഡ് ആണോ. നമുക്കറിയാലോ ചില വ്യക്തികൾ ഹോട്ടല് സ്ഥിരമായി ഒരു ഹോട്ടലിൽ ചിലവർ പോവുള്ളൂ. ചിലവര് ഹോട്ടൽ മാറിയിട്ടില്ലെങ്കിലും ഒരു ഹോട്ടലിൽ തന്നെ വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ കഴിക്കും അല്ലെ. ഏത് കാര്യം ചെയ്യുന്നത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടാവും. അവർ പുതിയ എക്സ്പീരിയൻസിന് ഓപ്പൺ ആയിരിക്കില്ല, അവർക്ക് ഇന്നോവേഷൻ ഉണ്ടായിരിക്കില്ല. മറ്റവരോ ഇമാജിനേറ്റീവാണ്. ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ് ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ്, പുതിയ എക്സ്പീരിയൻസിന് ഓപ്പൺനെസ് ഉള്ളവരെന്തായിരിക്കും, അവർ ഇമാജിനേറ്റീവ് ആയിരിക്കും, ക്യൂരിയസ് ആയിരിക്കും. അത്രക്കാര് ഹൈ ഓപ്പൺനെസ് ഉള്ളവരായിരിക്കും. നേരെ ഓപ്പോസിറ്റ് ആണ് ലോ ഓപ്പൺനെസ്. അവർക്ക് ക്യൂരിയോസിറ്റി കുറവായിരിക്കും, ഇമാജിനേഷൻ കുറവായിരിക്കും, അവർ സ്റ്റെബിലിറ്റി, മാറ്റങ്ങൾക്കൊന്നും അവർ വിധേയമല്ല. എന്താണോ ഉള്ളതെങ്കിൽ അതന്നെ. വലിയ മാറ്റവും വലിയ ചേഞ്ചിനും ഇതിനൊന്നും ഫ്ലെക്സിബിലിറ്റി ഒന്നും അവരിൽ ഉണ്ടായിരിക്കില്ല. അത്തരം. രണ്ടാമത്തെ കോൺഷ്യസ്നെസ്, അങ്ങനെ പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി, ഡിപ്പെൻഡൻസി, സെൽഫ് ഡിസിപ്ലിൻ ഒക്കെ ഉള്ള ആൾക്കാർ. അത് ഹൈ കോൺഷ്യസ്നെസ് ഉണ്ടാവും ചിലർ. അതായത് ഉത്തരവാദിത്വ ബോധം, ആളെ നമ്പാൻ പറ്റും, അച്ചടക്കമൊക്കെ ഉള്ള ഒരാൾ. അതായത് എന്താ പറയാ, ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണത്തിലാവട്ടെ, ആരോഗ്യ വ്യവസ്ഥയിലാവട്ടെ, ഡ്രസ്സിങ്ങിലാവട്ടെ, എല്ലാത്തിലും ഡിസിപ്ലിൻ ഉള്ളവരുണ്ടാകും. അപ്പൊ ഭയങ്കര ഡിസിപ്ലിൻ ഉള്ളവരുണ്ടാകും. അങ്ങനെ ഒരു സംഭവേ ഇല്ല. എന്തെങ്കിലുമൊക്കെ വാരി വലിച്ചെന്ന എങ്ങനെങ്കിലൊക്കെ ആയാൽ മതി. ഒരു അടുക്കും ചിട്ടയും ഓർഡറും ഇല്ലാത്തവരായിരിക്കും ലോ കോൺഷ്യസ്നെസ് ഉള്ളവർ. അപ്പോൾ പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗം ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ്, ഏതു മാറ്റത്തിനും ഏത് ഇന്നോവേഷനും റെഡിയാകുന്ന ഒരു വിഭാഗം. അങ്ങനെ ഒരു മാറ്റമോ ചേഞ്ചോ അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റിയോ ഒന്നും ഇല്ലാത്ത ലോ ഓപ്പൺനെസ് ഉള്ള ഒരു വിഭാഗം. രണ്ടാമത്തത് ഉത്തരവാദിത്വ ബോധമുള്ള, വളരെ റിലയബിൾ ആയ, ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന, നല്ല അച്ചടക്ക ബോധമുള്ള ഒരു വിഭാഗം കാണാം നമുക്ക്. എന്നാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ്, അങ്ങനെ ഒരു ഉത്തരവാദിത്വ ബോധമേ ഇല്ല, ഒരിക്കലും നമുക്ക് അവരെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിനും ഇല്ലാത്ത ഒരു വിഭാഗം കാണാം. ഒന്നുകിൽ ഈ അറ്റം അല്ലെങ്കിൽ അറ്റം. ഇതാണ് കോൺഷ്യസ്നെസ്. മൂന്നാമത്തെ എക്സ്ട്രാവേർഷൻ.
എക്സ്ട്രാവേർഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര സോഷ്യബിൾ ആയിരിക്കും, അസേർട്ടീവ്നെസ് ഉണ്ടായിരിക്കും, എനർജി ലെവൽ കൂടുതലായിരിക്കും, എന്തൂസിയാസ്റ്റിക് ആയിരിക്കും ഹൈ എക്സ്ട്രാവേർഷൻ ആണെങ്കിൽ. നേരെ മറിച്ച് ലോ എക്സ്ട്രാവേർഷൻ ആണെങ്കിലോ അവർ ഇൻട്രോവേർട്ടഡ് ആയിരിക്കും, അവർക്ക് അങ്ങനെ സോഷ്യബിലിറ്റി ഉണ്ടാവില്ല, അവർക്ക് അസർട്ടീവ്നെസ് ഉണ്ടാവില്ല, അവർക്ക് എനർജി ലെവൽ കുറവായിരിക്കും, എന്തൂസിയാസം കുറവായിരിക്കും. അപ്പോൾ ഹൈ എക്സ്ട്രാവേർഷൻ, ലോ എക്സ്ട്രാവേർഷൻ, ഇങ്ങനൊരു വിഭാഗം നമുക്ക് കാണാൻ സാധിക്കും പേഴ്സണാലിറ്റി എടുക്കുമ്പോൾ. അഗ്രിയബിൾനെസ് എന്ന് പറഞ്ഞാൽ കമ്പാഷനും കൈൻഡ്നെസ്സും ട്രസ്റ്റും കോപ്പറേറ്റീവ്നെസ് ഒക്കെ ഉള്ളൊരു ആ ആസ്പെക്റ്റിലൂടെ നോക്കുമ്പോൾ ഹൈ അഗ്രീവ്നെസ് ഉണ്ടായിരിക്കും, ഹൈ കമ്പാഷനേറ്റ്, ഹൈ കൈൻഡ്നെസ്, ഹൈ ട്രസ്റ്റ്, ഹൈ കോപ്പറേറ്റീവ്നെസ് ഒക്കെ ഉണ്ടാകും ഒന്നെങ്കിൽ. അതല്ലെങ്കിൽ ഇതൊന്നും തീരെ ഇല്ലാതെ പോകും. പിന്നെ ന്യൂറോട്ടിസം എന്ന് പറഞ്ഞാൽ സ്റ്റെബിലിറ്റി, ഇമോഷണൽ സ്റ്റെബിലിറ്റി, അതുപോലെ തന്നെ നെഗറ്റീവ് ഇമോഷൻസ്, ആങ്സൈറ്റി, ആങ്കർ, ഡിപ്രഷൻ പോലത്തിലൊക്കെ ഡിക്ലൈൻ ചെയ്യാൻ അല്ലെങ്കിൽ അതിന് ഇൻക്ലൈൻഡ് ആകാനുള്ള സാധ്യത കൂടുതലാണ് ഹൈ ന്യൂറോട്ടിക് ആണെങ്കിൽ. ലോ ന്യൂറോട്ടിക് ആണെങ്കിലോ അങ്ങനെയൊന്നും ഉണ്ടാകുകയില്ല, ഇമോഷണൽ സ്റ്റെബിലിറ്റി തീരെ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇവര് ചെറിയൊരു വിഷയം വരയ്ക്ക് ഡിപ്രസ്ഡ് ആകും, ചെറിയ വിഷയം വരുമ്പോഴേക്ക് ആങ്കർ വരും, ചെറിയ വിഷയം വരുമ്പോഴേക്ക് ഹാപ്പി ആകും. അപ്പോൾ ഹൈ ന്യൂറോട്ടിക്, ലോ ന്യൂറോട്ടിക്, ഇങ്ങനെ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെ 5 വശങ്ങളെടുത്ത് പേഴ്സണാലിറ്റിയെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ പേഴ്സണാലിറ്റിയെ അളന്ന് തിട്ടപ്പെടുന്ന ഒരു തിയറിയാണ് ഓഷ്യൻ തിയറി. ഓഷ്യൻ തിയറി ചെയ്യുമ്പോൾ ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ്, ഉള്ളവര് ഇല്ലാത്തവര്, കൂടുതലുള്ളവര് കൂടുതലില്ലാത്തവര്. പിന്നെ കോൺഷ്യസ്നെസ്, അങ്ങനെ പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി, ഡിപ്പെൻഡൻസി, റിലയബിലിറ്റി, ഡിസിപ്ലിൻ, ഉള്ളവര് ഇല്ലാത്തവര്. എക്സ്ട്രാവേർഷൻ, അങ്ങനെ പറഞ്ഞാൽ സോഷ്യബിലിറ്റി, അസർട്ടീവ്നെസ്, എനർജി, എന്തൂസിയാസം, കൂടുതൽ ഉള്ളവര് ഇല്ലാത്തവര്. അഗ്രിയബിൾനെസ്, അങ്ങനെ പറഞ്ഞാൽ കമ്പാഷനും കൈൻഡ്നെസ്സും കോപ്പറേറ്റീവ്നെസ്സും ഒക്കെ കൂടുതൽ ഉള്ളവരും നേരെ ഓപ്പോസിറ്റ് ഇല്ലാത്തവർ. ന്യൂറോട്ടിസം എന്ന് പറയുമ്പോൾ ഹൈ ന്യൂറോട്ടിക് ആണെങ്കിൽ ചെറിയൊരു വിഷയം വരുമ്പോഴേക്ക് സെൻസിറ്റീവ് ആകും, ഭയങ്കര എന്താ പറയുക ഫീലിംഗ് ആകും, ഡിപ്രസ്ഡ് ആകും, ആങ്കർ വരും, ദേഷ്യം വരും, ആങ്സൈറ്റി വരും. ലോ ആണെങ്കിലോ അങ്ങനെ എന്ത് പറയും, കുന്നു ഒലിങ്ങിയാലും കുഞ്ഞാത്ത ഒലുങ്ങൂല പറഞ്ഞാൽ ഒരു മാറ്റവും ഒരു പ്രശ്നവും ഇല്ലാത്ത വരിക. ഇതാണ് ലോ ന്യൂറോട്ടിക്. ഇങ്ങനെ വ്യക്തിത്വത്തിന്റെ 5 വശങ്ങൾ, ഈ 5 വശങ്ങളിൽ ഏതെങ്കിലും ഒരു വശത്തിലായിരിക്കും വരുന്നത് എന്ന് പറഞ്ഞുള്ള ഒരു തിയറിയാണ്. ഇതിന് ഇങ്ങനെ ഈ മോഡൽ അനുസരിച്ച് ബിഗ് 5 ഫാക്ടർ മോഡൽ അനുസരിച്ച് പേഴ്സണാലിറ്റി അളക്കാൻ വേണ്ടി ഒരു ടൂൾ ഉണ്ട്. അതിന്റെ പേരാണ് NEO-PI എന്ന് പറയുന്നത്. NEO-PI എന്ന് പറയും. നിയോ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പഠിച്ചത് തന്നെ ന്യൂറോട്ടിക്, എക്സ്ട്രാവേർഷൻ, ഓപ്പൺനെസ് എന്നൊക്കെ പറഞ്ഞ സാധനം. പി എന്ന് പറഞ്ഞാൽ പേഴ്സണാലിറ്റി ഇൻവെന്ററി. അതിന്റെ റിവൈസ്ഡ് വേർഷൻ ഉണ്ട്, അതാണ് 6 എന്നത്. അതിൽ 240 ചോദ്യങ്ങൾ ഉണ്ടാകുക. അപ്പൊ 240 ചോദ്യം ഇങ്ങനെ ഫില്ല് ചെയ്ത് വരുമ്പോൾ അവസാനം ഈ 5 ഫാക്ടറിൽ ഒന്നെങ്കിൽ ആള് ഓഷ്യൻ ഓയിലായിരിക്കും, അല്ലെങ്കിൽ ഇതിലായിരിക്കും ഏതെങ്കിലും കാറ്റഗറിയിൽ വരും. എന്തായാലും ഈ ഒരു തിയറി മോഡേൺ തിയറിയാണ്. സയന്റിഫിക്കലി കുറച്ചുകൂടിയും സപ്പോർട്ടുള്ളതും കുറച്ചുകൂടി റിലയബിലിറ്റി ഉള്ളതും സ്വീകാര്യതയുള്ളതും ഇപ്പോൾ ആൾക്കാർ ഉപയോഗിക്കുന്നതും അംഗീകരിക്കുന്നതുമായ ലേറ്റസ്റ്റ് തിയറിയാണ് ഓഷ്യൻ തിയറി. ഓപ്പൺനെസ് എന്ന് പറയുമ്പോൾ ഇവർ ഇമാജിനേറ്റീവും ആർട്ടിസ്റ്റിക്കും ഇൻട്രസ്റ്റും ഇമോഷനിലൊക്കെ ആയിരിക്കും. കോൺഷ്യസ്നെസ് എന്ന് പറയുമ്പോൾ സെൽഫ് ഡിസിപ്ലിനും ഓവർനെസ്സും ഡ്യൂട്ടിഫുൾനെസ്സും അച്ചീവ്മെന്റ്സും ഒക്കെ ഉള്ളവരായിരിക്കും. എക്സ്ട്രാവേർഷൻ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ അതേ സാധനം തന്നെ ഒന്നുകൊണ്ട് ഒരു പിക്ചറിൽ എടുത്തുന്നുള്ളൂ. ഓക്കെ, ഇത് കൂടുതൽ ഉണ്ടാകും അല്ലെങ്കിൽ തീരെ ഇല്ല, ഈ രീതിയിലാണ് തരംതിരിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിന് നമ്മളൊരു ഇവാലുവേഷനിലേക്ക് പോകാം. നമ്മൾ ഇതുവരെ പറഞ്ഞത് ടൈപ്പ് തിയറി, ട്രൈറ്റ് തിയറിയാണ്. ടൈപ്പ് തിയറി എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ രൂപം നോക്കിയിട്ടോ അല്ലെങ്കിൽ നമ്മളിലുള്ള ഫ്ലൂയിഡ് നോക്കിയിട്ടോ വ്യക്തികളെ തരംതിരിക്കുന്ന തിയറിയാണ്. അത് ഹിപ്പോക്രാറ്റസിന്റെ പറഞ്ഞു, ഷെൽഡന്റെ പറഞ്ഞു, പിന്നെ MBTI പറഞ്ഞു. ആദ്യത്തെ 2 തിയറിയെ പിന്നീട് വന്നവർ തള്ളിക്കളഞ്ഞു. MBTI കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു, പക്ഷെ അതും പോരാ, കാരണം അതൊക്കെ കമ്പാർട്ട്മെന്റലൈസേഷൻ, വ്യക്തികളെ ഒരു കാറ്റഗറിയിലേക്ക് തിരിക്കുന്നു, അങ്ങനെയല്ല മനുഷ്യനുള്ളത് എന്ന് പറഞ്ഞ് പുതിയ തിയറി വന്നു ട്രൈറ്റ് തിയറിയിൽ പറഞ്ഞാൽ ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ ചില സ്വഭാവ വിശേഷണങ്ങളാണ്. ആ സ്വഭാവ വിശേഷണങ്ങളും അനുസരിച്ച് വ്യക്തികളെ തരംതിരിക്കുന്ന എൻഡ്യൂറബിൾ ആയ ചില ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞു. അതിൽ കുറെ തിയറികൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അല്ലേ. ഇത് അപ്പോൾ ആദ്യത്തെ ഒരു തിയറിയിൽ അതിൽ കുറച്ച് പോരായ്മകൾ പറഞ്ഞു, പിന്നെ രണ്ടാമത്തെ തിയറി, പിന്നെ രണ്ടാമത്തെ തിയറി, മൂന്നാമത്തെ തിയറി, ഇങ്ങനെ ലാസ്റ്റ് നമ്മൾ ബിഗ് 5 എത്തിയിട്ടുണ്ട്. അവസാനം മോഡേൺ കോൺഷ്യൻസസ് ഈ പുതിയ ഒരു കാഴ്ചപ്പെടുന്ന ബിഹേവിയർ ആകട്ടെ, പേഴ്സണാലിറ്റി എന്നൊക്കെ പറഞ്ഞാൽ അത് ട്രൈറ്റും സിറ്റുവേഷനും, അഥവാ നമ്മൾ അന്തർലീനമായി കിടക്കുന്ന നമ്മളെ നമ്മളാക്കുന്ന ചില സ്വഭാവ വിശേഷങ്ങളുണ്ട്, അതോടൊപ്പം സിറ്റുവേഷനും എൻവയോൺമെന്റും.
ഇത് രണ്ടും ചേർന്നിട്ടാണ് ഒരാളുടെ പേഴ്സണാലിറ്റി മോൾഡ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ബിഹേവിയർ രൂപീകരിക്കപ്പെടുന്നത് എന്ന് പറയുന്ന ഒരു മോഡേൺ വ്യൂ ആണ് നമുക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് നേരത്തെ പറഞ്ഞ ടൈപ്പ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ കുറച്ച് റിജിഡ് ആയിരുന്നു, മാത്രമല്ല ഔട്ട്ഡേറ്റഡ് ആണ്. രണ്ടാമത്തെ കുറച്ചുകൂടിയൊക്കെ സയന്റിഫിക് ആണ്, ഫ്ലെക്സിബിൾ ആണ്. എന്നാൽ മോഡേൺ സൈക്കോളജി അല്ലെങ്കിൽ മോഡേൺ ബിഗ് 5 മോഡലാണ് വൈഡ്ലി ആക്സെപ്റ്റഡ് ആയ ഒരു തിയറി. അപ്പോൾ ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കേണ്ടത്. കുറച്ച് ടഫാണ്, പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വായിച്ച് മനസ്സിലാക്കാൻ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇതുവരെ കേട്ടതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ്.